എല്ലാവർക്കും ഇന്നത്തെ ഗീതാഞ്ജലി സെഷനിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് എൻ്റെ ക്ലാസ്സിലോട്ട്. അപ്പൊ എൻ്റെ ക്ലാസ്സിലോട്ട് ഞാൻ ക്ഷണിക്കുമ്പോൾ അവസാനം വരെ എല്ലാവരും ഉണ്ടാകണം എന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഈ പാട്ട് എടുക്കാനുള്ള ഒരു കാരണം, ഒന്നാമത്തെ കാരണം, ഈ ഗ്രൈനഡ് സെഷനിലിരിക്കുന്ന മനോമി ഒരിക്കലും അഭിപ്രായം പറഞ്ഞു, ഈ ഗാനങ്ങളിലെല്ലാം പ്രണയം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പൊ പ്രണയമല്ലാത്ത ഒരുപാട് ഗാനങ്ങളുണ്ട് എന്നുള്ളതും, കവിത എന്ന് പറയുന്നത്, ഗാനം എന്ന് പറയുന്നത് അതിനപ്പുറം, ഈ പ്രണയത്തിനൊക്കെ അപ്പുറം പല വികാരങ്ങളും നമ്മളുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നതും നമ്മൾ ഒരുപാട് ആശയങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഈ പാട്ടെടുത്തിരിക്കുന്നത്. 2005 ഇറങ്ങിയ ഒരു സിനിമയാണ് മകൾക്ക് എന്ന് പറഞ്ഞത്. അത് ജയരാജ് സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനും ശോഭന നായികയായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണത്. അതില് മഞ്ചരിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഒരു ഗാനത്തെക്കുറിച്ച് അറിയുന്നതും രാഗങ്ങളെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി പറഞ്ഞത്, കേരള സംസ്ഥാന അവാർഡാണ് ഇതിന് കിട്ടുള്ളൂ, ഇതിന് കേന്ദ്ര അവാർഡ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം അതിന്റെ ക്വാളിറ്റിയുടെ കുറവല്ല, കാരണം അതിലെ രാഗമാണ് പ്രശ്നം. ഈ രാഗം ഹിന്ദുസ്ഥാനി രാഗം അല്ലെങ്കിൽ കർണാടക രാഗമാണെങ്കിൽ മാത്രമൊക്കെയാണ് നാഷണൽ ലെവലിൽ നമുക്ക് അവാർഡുകൾ കിട്ടുള്ളൂ. ഇത് അതിനോ അപ്പുറത്തേക്ക് പോകുന്ന ഒരു രാഗങ്ങളുടെ ഒരു സഞ്ചയനാണ് ഈ കവിതയിൽ അല്ലെങ്കിൽ ഈ ഗാനത്തിലുള്ളത്. അതുകൊണ്ട് നാഷണൽ ലെവലിൽ അവാർഡ് കിട്ടാത്തത് അതുകൊണ്ടാണെന്ന് പറയണ്ടായി. അത്രയ്ക്കുള്ള പാണ്ഡിത്യം എനിക്ക് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ കോട്ട് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ 2005 ഇറങ്ങിയ ഒരു സിനിമ, ഇതിന് ഒരുപാട് സാമൂഹ്യപരമായ ഒരു പ്രത്യേകതയുള്ള ഒരു സിനിമയാണ്. അനാഥത്വം പേറുന്ന ഒരുപാട് കുട്ടികളുടെ അനുഭവങ്ങൾ നമുക്ക് ഇതിൽ കൂടെ കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടില് നിലനിൽക്കുന്ന പല നിയമങ്ങളും എത്രത്തോളം മാനുഷികമല്ല എന്നുള്ളതും നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൽ എത്ര പേര് ഈ സിനിമ കണ്ടിട്ടുണ്ട്? ആരെങ്കിലും ഒക്കെ കണ്ടോ ഈ സിനിമ? ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ആരെങ്കിലും കണ്ടോ ഈ സിനിമ? ആരും കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് പറയാനായിട്ട് എളുപ്പമാണ്, നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരിക്കും ഈ സിനിമ ഒരു ടൈറ്റിൽ സോങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ടൈറ്റിൽ സോങ് എന്ന് പറഞ്ഞാൽ ഈ സിനിമ പല പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ മൂവിയില് 3 പ്രാവശ്യം മഞ്ചരി ഈ സിനിമ ഈ പാട്ട് റിപ്പീറ്റ് ചെയ്ത് പാടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാട്ടിനെ നമുക്ക് വേണമെങ്കിൽ ടൈറ്റിൽ സോങ് എന്നും കൂടി പറയാൻ പറ്റും. ഇന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ 3 പാട്ടുകാരാണ് എത്തിയിട്ടുള്ളത്. ഈ 3 പാട്ടുകാരും വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളില് പഠിച്ചവരും പഠിച്ചു കഴിഞ്ഞവരും ഇപ്പോൾ പഠിക്കുന്നവരും ഇപ്പോൾ പഠിപ്പിക്കുന്നവരുമാണ്. അതിൽ ആദ്യത്തത് മിഥുന എം നായർ. ഈ വർഷം 12ാം ക്ലാസ് പാസ്സായി ഡിഗ്രി അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടിയാണ്. CBSEയുടെ സഹോദയയുടെ കലോത്സവങ്ങളില് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഇതിലൊക്കെ കലാതിലകമായിട്ടുള്ളതും നല്ലൊരു പാട്ടുകാരിയും കൂടിയാണ് മിഥുന. രേഖ ഹരിനാരായണൻ വില്ലേജ് ഇന്റർനാഷണൽ സ്കൂളിലെ മാത്തമാറ്റിക്സ് ടീച്ചറാണ്. ഒപ്പം വലിയൊരു കലാകാരിയാണ്. പാട്ട് മാത്രമല്ല, ഡാൻസ്, ഒരുപാട് കലകൾ കൂടെ കൊണ്ട് നടക്കുന്ന രേഖ ഹരിനാരായണൻ. അടുത്തത് അഭിനവ് അനിൽ. ഇപ്പൊ 11ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ വിദ്യാർത്ഥി കൂടിയാണ്. വലിയൊരു പാട്ടുകാരനാണ്. വലിയ മ്യൂസിക് ഡയറക്ടർ ആകണമെന്നുള്ള സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്ന, വളർന്നു വരുന്ന ഒരു കലാകാരനും സഹോദയ മത്സരങ്ങളിൽ ധാരാളം സമ്മാനം കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥിയാണ് അഭിനവ് അനിൽ. ഇവരെല്ലാവരെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഈ സിനിമയില് ഞാൻ 7 പാട്ടുകളായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് 7 പാട്ടുകളില്ല. ചാഞ്ചാടി ആടി, ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള പാട്ടാണ്. അഡ്നൻ സാമി പാടുന്നുണ്ട്, ഗായത്രി സുരേഷും പാടുന്നുണ്ട്. 2 പേരും ഇത് സിനിമയിൽ പാടുന്നുണ്ട്. ഒരു താരാട്ട് പാട്ടാണ്, എല്ലാവർക്കും സുപരിചിതമായ ഒരു പാട്ടാണത്. അടുത്തത് മുകിലിൻ മകളെ എന്ന് പറയുന്നത് 3 തവണ ഈ സിനിമയിൽ മഞ്ചരിയുടെ ശബ്ദത്തിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇടവമാസ പെരുമഴ എന്ന് പറയുന്നത് ഒരു കവിതയാണ്.
ആക്ച്വലി ആ കവിത ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ കവിതയല്ല, അതിനു മുൻപേ അനിൽ പനച്ചൂരാൻ എഴുതിയ ഒരു കവിതയാണ്. അനിൽ പനച്ചൂരാൻ എഴുതിയ കവിത ഈ സിനിമയുടെ കഥയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഈ സിനിമയിലേക്ക് എടുത്തതാണ്. സിനിമയിൽ അത് പാടിയിരിക്കുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടും ധനു ജയരാജ്. ധനു ജയരാജ് ശരിക്കും 2005 ഒരു കുട്ടിയാണ്, ജയരാജിന്റെ മകളാണ്. ഇപ്പോ അച്ഛനോട് ചേർന്ന് സഹസംവിധാനം ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ധനു ജയരാജ്. അവരുടെ ഏതൊരു മൂവി വളരെ പ്രസിദ്ധി ആർജിക്ക്, എൻ്റെ പേര് ഓർമ്മയില്ല, ധനുവും അച്ഛനും കൂടി ചെയ്തിട്ടുള്ളത്. അടുത്തത് പാവക്കളി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അത് ആ മെന്റൽ ഹോസ്പിറ്റലിലെ രോഗികളായിട്ടുള്ള ആളുകൾ ചേർന്ന് പാടുന്ന ഒരു പാട്ടാണത്, ഈ പാവകളി. ആ ജാസി ഗിഫ്റ്റിന്റെ സ്വരവും അതില് കുട്ടിയായിട്ട് മധുശ്രീ നാരായണൻ വരുന്നുണ്ട്. ഈ മധുശ്രീ നാരായണൻ എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ പ്രസിദ്ധയായിട്ടുള്ള പാട്ടുകാരിയാണ്, രമേശ് നാരായണന്റെ മകളാണ്. അന്ന് ബേബി മധുശ്രീ ആയിട്ടാണ് അതില് വന്നിട്ടുള്ളത്. പിന്നെ ബഹാരോം കോ ചമൻ എന്ന് പറയുന്ന ഒരു ഗസലുണ്ട്, അത് പാടിയിരിക്കുന്നത് ഹരിഹരനാണ്. ഇത്രയധികം പാട്ടുകള് ആ സിനിമയിൽ പല ഭാഗത്തായിട്ട് ഇടക്കിടക്ക് പാട്ടുകൾ കേൾക്കാം. അതില് പാട്ടുകൾ പലപ്പോഴും നമുക്ക് ഒരാള് പാടുന്നതായിട്ട് കേൾക്കില്ല, ആളുകൾ പാടുന്നതായിട്ട് കേൾക്കുന്നത് മുഴുവൻ ഈ കവിത ചെല്ലുന്നതൊക്കെയാണ്. ഈ ഇടവമാസ പെരുമഴ എന്നുള്ള കവിതയൊക്കെ ചെല്ലുന്ന, ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പുറമേന്ന് ഇങ്ങനെ വരികയാണ് നമുക്ക് കേൾക്കാനായിട്ട്. ഇനി ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കുട്ടികൾ പലപ്പോഴും ഒരു കവിത എന്തിനാ അത് വായിക്കണത്, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുക, വെറുതെ ആ ട്യൂൺ കേൾക്കുക എന്നുള്ളതും പിന്നെ അതിങ്ങനെ പാടി നടക്കുക എന്നുള്ളത് അപ്പുറത്ത് ഒരു കവിത എന്തിനു വേണ്ടി കേൾക്കുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെ അത് ആസ്വദിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3-4 പ്രാവശ്യം വായിക്കണം ആദ്യം. അത് വായിച്ച് നടത്തിയിട്ട് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം, അതിൻ്റെ ഒരു സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലം, ആ കവിയുടെ ഒരു പശ്ചാത്തലമൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതിനുപയോഗിച്ചിരിക്കുന്ന സാഹിത്യ ഉപാധികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയറ്റിക് ടൂൾസ് എന്നൊക്കെ നിങ്ങൾ പോയട്രിയിൽ പഠിക്കണം. പോയറ്റിക് ടൂൾസ് എന്താന്നൊക്കെ മനസ്സിലാക്കാം. പോയറ്റിക് ടൂൾസ് ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറയില്ല, ഉപമ, ഉൽപ്രേക്ഷ, അല്ലെങ്കിൽ വൃത്തം, അല്ലെങ്കിൽ നമ്മൾ മെറ്റഫർ എന്നൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് പോയത്തിലൊക്കെ കാണുന്ന ആ പോയറ്റിക് ടൂൾസ് എന്താന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ആ കവിതയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കേന്ദ്ര കഥയുണ്ടായിരിക്കും. ആ കേന്ദ്ര കഥ എന്താന്ന് മനസ്സിലാക്കുക, അതിലെ വികാരം നമ്മൾ ഉൾക്കൊള്ളണം. അതെന്തുമാകട്ടെ, ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോൾ സ്നേഹമായിരിക്കും, ചിലപ്പോൾ വാത്സല്യമായിരിക്കും, ചിലപ്പോൾ അതിതീവ്ര ദുഃഖമായിരിക്കും, ചിലപ്പോൾ വിപ്ലവമായിരിക്കും. ആ വികാരം നമ്മൾ അതിലെ ഉൾക്കൊള്ളാം. അങ്ങനെ വികാരം ഉൾക്കൊണ്ട് കഴിയുമ്പോൾ ആ കവിതേനെ ആ കഥയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. പിന്നെ അതിലെ ഭാഷ എന്താണ്, അതിലുപയോഗിച്ച പുതിയ പദങ്ങള്, അത് എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളൊരു രീതി, ഇതൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് ഈ പാട്ട് ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിൽ എങ്ങനെ സ്വാധീനം ചെലുത്തും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ കവിതയെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ വേറെ ആയിരിക്കും. നമ്മൾ മനസ്സിലാക്കിയത് ആകണമെന്നില്ല. ഓരോ ഇന്റർപ്രിട്ടേഷനും ഓരോ കവിതയെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാതും യുണീക്കാണ്. ഞാൻ കാണുന്നത് പോലെ ആവില്ല മറ്റൊരാളെ കവിതേനെ കാണുന്നത്. പിന്നെ വീണ്ടും അത് വായിച്ച് ഹൃദയസ്ഥാക്കി കഴിയുമ്പോൾ ആ കവിത നമുക്ക് കൂടുതൽ ആസ്വാദ്യകരമാകും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാല്, ഞാനൊരു സിനിമാ ഗാനമാണെങ്കിൽ കൂടെയും അതിലൊരു കവിത കാണുന്നുണ്ട്, അത് മനുഷ്യ മനസ്സിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അത് ഇങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റും, കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. ജയരാജിനെ കുറിച്ച് കുട്ടികൾക്കൊക്കെ അറിയാലോ അല്ലെ? ജയരാജിന്റെ ഏതെങ്കിലും വേറെ സിനിമയുടെ പേര് പറയാൻ പറ്റുമോ? ജയരാജ് സംവിധാനം ചെയ്ത ഏതെങ്കിലും ഒരു സിനിമ കുട്ടികൾക്ക് അറിയോ? അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള കുറെ സിനിമകളുണ്ട്. കരുണ എനിക്ക് തോന്നുന്നു ഒരു നോവല് അല്ലേ? നോവല് ചാറ്റിൽ ആരൊക്കെ എഴുതുന്നുണ്ട്? വേറെ ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ജോണി വാക്കർ, ലൗഡ് സ്പീക്കർ. ഓക്കെ, കുറെ സിനിമകളുണ്ട്. ഇനി ഈ സിനിമയിലെ പ്രധാനപ്പെട്ട 3 ആളുകളിൽ സുരേഷ് ഗോപിയാണ് അതിലൊരു ഡോക്ടറായിട്ട് അഭിനയിക്കുന്നത്. ശോഭന ആണ് ഈ കുട്ടിയുടെ അമ്മ, മാനസിക രോഗിയാണ്. കുട്ടി ഒരു റിഹാന മറിയം എന്ന് പറയുന്ന കുട്ടിയാണ്.
അതെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയുടെ പേരാണ് ദേശാടനം. ജയരാജൻ അവാർഡ് കിട്ടിയിട്ടുള്ള മൂവിയാണ് ദേശാടനം. ഇനി ഈ സിനിമയിൽ നിങ്ങൾ കണ്ടൊരു കാര്യമാണ് പ്രചോദനം, ഡോക്ടർ MRR മേനൻ. ഈ സിനിമ ഒരു സംഭവ കഥയാണ്. ഈ സംഭവ കഥയും ഈ സിനിമയുമായിട്ട് അഭേദ്യ ബന്ധമാണ്. യാതൊരു വ്യത്യാസം കൂടാതെയാണ് ആ സിനിമ പിടിച്ചിട്ടുള്ളത്. അപ്പം ഈ സിനിമയിലെ പ്രധാന പ്രചോദനം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ MRR മേനോൻ, ഊളംപാറ മെന്റൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടന്റ് ആയിരുന്നു. 1981 മദർ തെരേസ 81 തോന്നുന്നു കേരളത്തിൽ വന്ന സമയത്ത്, എനിക്ക് കൃത്യമായിട്ട് വർഷം ഓർമ്മയില്ല. അന്ന് മദർ തെരേസ ഊളംപാറ മാനസിക രോഗാശുപത്രി സന്ദർശിക്കുകയുണ്ടായി. അതിനുശേഷം വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നത്, അന്ന് അവിടെ മനോരോഗികളെ വേണ്ട രീതിയിൽ പരിചരിക്കാതെ നഗ്നരായിട്ടാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ സെല്ലുകളിൽ അടയ്ക്കപ്പെട്ടിരുന്നത്. അവിടെ വൃത്തി ഉണ്ടായിരുന്നില്ല. യാതൊരു വിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാത്തൊരു സംവിധാനമായിരുന്നു അന്ന് ഊളംപാറ മെന്റൽ ഹോസ്പിറ്റല്. മദർ തെരേസ വരികയും പത്രക്കാരവിടെ ചെല്ലുകയും ഇതൊക്കെ കാണുകയും പുറം ലോകം അറിഞ്ഞതിന് ശേഷം സർക്കാർ ഡോക്ടർ MRR മേനോനെ അവിടുത്തെ സൂപ്രണ്ടന്റ് ആയിട്ട് അയച്ചു. അദ്ദേഹം അവിടെ വന്നതിന് ശേഷം അവിടെ ഒരുപാട് മാറ്റങ്ങൾ ഈ ആശുപത്രിയിൽ വരുത്തി. അവിടെ സുരക്ഷ ഏർപ്പെടുത്തി. ഒരുപാട് രോഗികൾ യഥാർത്ഥമായിട്ട് വലിയ അസുഖമില്ലാത്തവരെ പുറമെ തുറന്ന് വിടുന്ന സംവിധാനത്തിലേക്ക് എത്തി. സെല്ലിൽ അടയ്ക്കപ്പെട്ട മാനസിക രോഗികളുടെ നമ്പറൊക്കെ കുറച്ചു. അങ്ങനെ അദ്ദേഹം ഒരുപാട് അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ MRR മേനൻ. അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുള്ള രാജൻ പൊതുവാള് ആണ് ഇത് കഥയായിട്ട് എഴുതിയ വ്യക്തി. അദ്ദേഹവുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ ഒരിക്കൽ രാജൻ പൊതുവാളിനെ ഡോക്ടർ MRR മേനൻ വിളിക്കുകയാണ് ഫോണില്, ഒന്ന് ഊളംപാറ ഹോസ്പിറ്റലിൽ വരാൻ. രാജൻ പൊതുവാൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു സ്ത്രീ ഒരു ഭാണ്ഡക്കെട്ടുമായിട്ട് നിൽക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ ഭാണ്ഡക്കെട്ടിൽ കുറെ പഴം തുണികളും ചവറും, അതിനിടയിൽ കൂടെ 2 കുഞ്ഞു കാല് കാണാം രക്തമൊലിച്ചുകൊണ്ട്. ഈ രാജൻ പൊതുവാൾ മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹമാണ് ഫോട്ടോ ജേർണലിസം കേരളത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്ത വ്യക്തി. അദ്ദേഹം ഫോട്ടോക്ക് തന്നെയല്ല, എഡിറ്ററൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അയാൾക്ക് ജേർണലിസത്തിൽ ഒരുപാട് അയാള് സംഭാവന ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ഇദ്ദേഹം ആ ഫോട്ടോ എടുത്ത് മാതൃഭൂമിയുടെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അത് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇത് ഇത്രയും ദുഃഖകരമായിട്ടുള്ള ഈ ഒരു പടം പ്രസിദ്ധീകരിക്കുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്, അതുകൊണ്ട് ആ പടം പ്രസിദ്ധീകരിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ രാജനോട് പറഞ്ഞത്, ഈ വർക്കല ബീച്ചില് ഈ സ്ത്രീ പ്രസവിച്ച് കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് അവരെ കൊണ്ടുവന്നതാണ്, മാനസിക രോഗാശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ അവരെ നഴ്സുമാർ കൂടി വൃത്തിയാക്കി. അവർക്ക് യാതൊരു വക റെസ്പോൺസും ഇല്ലാത്തൊരു സ്ത്രീയായിരുന്നു. ഒന്നിനോടും പ്രതികരിക്കില്ല, ഒരക്ഷരം പറയില്ല. അങ്ങനത്തെ ഒരു സ്ത്രീനെയാണ് ഈ കുട്ടിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അവര് ആ ബീച്ചിൽ പ്രസവിച്ചതാണ്. ഈ കുട്ടിയെ അമ്മ മാനസിക രോഗാശുപത്രിയിൽ നിന്ന് കുഞ്ഞു കുട്ടിയായതുകൊണ്ട് ആ കുട്ടിയെ ആശുപത്രിയിൽ തന്നെ വളർത്തുകയാണ്. അന്ന് അത് വളർത്തുമ്പോൾ ഡോക്ടർ MRR മേനോൻ ആ കുട്ടിയുടെ അച്ഛനെ പോലെ ആ കുട്ടീനെ കൊണ്ടു നടന്നു. വീണ്ടും രാജൻ പൊതുവാളിനെ 1 മാസത്തിനുള്ളിൽ വീണ്ടും വിളിക്കുന്നു, ഒന്ന് വരണം എന്ന് പറഞ്ഞു. അന്ന് വരുമ്പോ ഡോക്ടറുടെ മടിയിൽ കുട്ടീനെ ഇരുത്തി ചോറ് ഊട്ടാണ്. അന്നാണ് ആ കുട്ടിയുടെ 28. അന്ന് ചോറ് ഉണ്ണണ ചടങ്ങിനാണ് രാജൻ പൊതുവാളിനെ വിളിക്കുന്നത്. അന്ന് അതിൽ പങ്കെടുത്തു വരുമ്പോഴും ഈ അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് യാതൊരു വക വികാരങ്ങളും ഇല്ല. അവർക്ക് ഒന്നുമേ അറിയില്ല. ആ സ്ത്രീയുടെ കയ്യിൽ ചോറ് കൊടുക്കുന്നുണ്ട്, കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കാൻ. പക്ഷെ ആ സ്ത്രീ അതിനൊന്നും നോക്കുന്നില്ല. ആ കുട്ടിക്ക് ഒന്നും പറയാനും അറിയില്ല. അവിടെ നിന്ന് പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ കുട്ടിക്ക് 1 വയസ്സൊക്കെ ആവണ സമയത്ത് രാജൻ പൊതുവാൾ വീണ്ടും മാനസിക രോഗാശുപത്രി ചെല്ലുമ്പോൾ ഈ കുട്ടി ഒരു കുഞ്ഞുടുപ്പൊക്കെ ഇട്ടിട്ട് അവിടെ ഇഴഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ആശുപത്രിയിൽ ചുറ്റും. അപ്പൊ ഇവിടുത്തെ രോഗികളിൽ വളരെയധികം മാറ്റാണ് ഈ കുട്ടി അതിൽ കൂടെ നടക്കുമ്പോൾ കാണുന്നത്. അവർക്ക് ഭയങ്കര സന്തോഷം, ആനന്ദമാണ് ഈ കുട്ടീനെ കാണുന്നത്. ഈ ഇഴഞ്ഞു നടക്കുന്ന ഫോട്ടോ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് മാതൃഭൂമി ഓഫീസിൽ കൊണ്ടുപോകുമ്പോൾ അവരത് പ്രസിദ്ധീകരിച്ചു. അത് നല്ലൊരു ഫോട്ടോ ആയിരുന്നു. അത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതൊരു വലിയ സാമൂഹ്യ പ്രശ്നമായി മാറി. മാനസിക രോഗം ഇല്ലാത്ത കുട്ടിയെ മാനസിക രോഗ ആശുപത്രിയിൽ അടച്ചതിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ വരികയും അന്നത്തെ സാമൂഹ്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിനുവേണ്ടി ആശുപത്രിയിൽ വരികയും
അങ്ങനെ കുറെ പ്രതിസന്ധികളിലൂടെ ഡോക്ടർ കടന്നുപോയി. പക്ഷേ ഡോക്ടർ ആ കുട്ടീനെ അവിടെ തന്നെ വളർത്താനാണ് ആഗ്രഹിച്ചത്. ഡോക്ടറും അവിടുത്തെ നഴ്സുമാരൊക്കെ കൂടി കുട്ടിയെ പരിചരിച്ചു. അവസാനം 3 വയസ്സായപ്പോ വീണ്ടും രാജൻ പൊതുവാളിനെ ഡോക്ടർ വിളിക്കുകയാണ്. അന്ന് സർക്കാരിന്റെ ഓർഡർ അനുസരിച്ച് IAS വത്സലകുമാരി IAS ആണ് അന്ന് സാമൂഹ്യ സുരക്ഷയുടെ ഡയറക്ടർ. അവർ വന്ന് കുട്ടീനെ SOSന് കൈമാറാനായിട്ട് പറഞ്ഞു. അപ്പൊ കുട്ടിക്ക് 3 വയസ്സോ 2.5 വയസ്സോ ഉണ്ട്. അങ്ങനെ കുട്ടിയെ SOS എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. 10-12 കുട്ടികളുമായിട്ട് ഒരു അമ്മയായിരിക്കും, ഒരു വീട് പോലെയാണ്. മറ്റ് അനാഥ ആലയങ്ങളെ പോലെയല്ല, ഒരു അമ്മയുണ്ടാകും ആ കുട്ടികളെ നോക്കാൻ. 10-12 കുട്ടികളുമായിരിക്കും. അങ്ങനെയുള്ള SOS കേന്ദ്രത്തിലേക്ക് കുട്ടീനെ അയക്കുമ്പോൾ അവിടെയുള്ള എല്ലാ മാനസിക രോഗികളും കരച്ചിലും സങ്കടവും ഉണ്ടായിരുന്നു. ഒപ്പം ഡോക്ടർ ആ സമയത്ത് ഈ കുട്ടിയെ കൊണ്ടുവന്ന് ഈ അമ്മയുടെ അടുത്ത് ഒന്നും കൂടെ കാണിക്കുക. ആ സമയത്ത് കാണിക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച, അതുവരെ ഒരു റെസ്പോൺസും ഇല്ലാത്ത അമ്മ കൈ വെച്ചിട്ട് കൈ കുട്ടിയുടെ തലയിലേക്ക് വെക്കുകയാണ്. ആ ഒരു സീൻ ഈ സിനിമയിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കഥയാണ് അന്ന് ഉണ്ടായത്. അതിനുശേഷം വീണ്ടും 10-12 വർഷങ്ങൾക്ക് ശേഷം, അതിനിടയിൽ ഈ ഡോക്ടറുടെ മകൾ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ഡോക്ടറുടെ മകള് പറഞ്ഞു ആ കുട്ടീനെ ഡോക്ടറുടെ മകള് ദത്തെടുക്കാന്ന് പറഞ്ഞു. അവർക്ക് 2 ആൺകുട്ടികളാണ്. അവർ US വർക്ക് ചെയ്യാണ്. അച്ഛൻ വളർത്തിയ കുട്ടിയല്ലേ, അവർക്ക് ദത്തെടുക്കണം എന്ന് പറഞ്ഞ് സർക്കാരിനെ സമീപിച്ചു. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ചില നിയമങ്ങൾ പലപ്പോഴും മനുഷ്യന് ഉപകാരപ്രദമാകാത്ത നിയമങ്ങളാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, സാപത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാപത്തിന് വേണ്ടി ആവരുത്. അപ്പൊ ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഇത്രയും നല്ലൊരു ഇതിലേക്ക് ദത്തെടുക്കാനായിട്ട് നമുക്ക് അത് നിയമം അനുവദിച്ചില്ല. അങ്ങനെ ആ കുട്ടി അവിടെ SOSൽ തന്നെ വളർന്നു. 10-15 വർഷം കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് വീണ്ടും തോന്നി ആ കുട്ടീനെ കാണണമെന്ന്. വീണ്ടും രാജൻ പൊതുവാളിനെ വിളിക്കുന്നു. രാജൻ പൊതുവാള് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു ആലുവയിലുള്ള SOS കേന്ദ്രത്തിലാണ് ആ കുട്ടി ഉള്ളത്. അങ്ങനെ ഡോക്ടറും രാജൻ പൊതുവാളും കൂടെ കാണാൻ പോകുന്ന കുട്ടീനെ. അവിടെ ചെന്നപ്പോഴേക്കും കുട്ടിക്ക് 10-16 വയസ്സായി. കുട്ടിയുടെ പേര് അന്ന് ഡോക്ടർ ഇട്ട പേര് മാനസി എന്നായിരുന്നു. മാനസികാരോഗ്യ ഇതിലുണ്ടായതുകൊണ്ട്. പക്ഷെ അവര് SOSൽ എത്തിയപ്പോ കുട്ടിക്ക് വിദ്യ എന്ന് പറയുന്ന പേരാണ് കൊടുത്തത്. അങ്ങനെ വിദ്യ ആയ മാനസി എന്ന വിദ്യ എന്ന് പറഞ്ഞിട്ട് രാജൻ പൊതുവാള് അടുത്ത ആഴ്ചയിലെ വാരാന്ത്യ പതിപ്പില് മാതൃഭൂമിയില് ഈ സംഭവ കഥ എഴുതുന്നു. ഈ സംഭവ കഥ എഴുതിയത് സംവിധായകൻ ജയരാജിന്റെ ഭാര്യ സബിത. അവരൊരു ഡിസൈനറാണ്. അവരത് വായിച്ചു. അവര് ജയരാജുമായിട്ട് അത് പങ്കുവെച്ചു. ജയരാജിന് അത് സിനിമയാക്കണം എന്ന് തോന്നി. രാജൻ പൊതുവാളിനെ വിളിക്കുന്നു. അതിന്റെ എല്ലാ കഥകളും ഏകദേശം അതേപടി തന്നെയാണ് സിനിമയിലേക്കും ഈ കഥ പകർത്തിയിട്ടുള്ളത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് സിനിമയല്ല, ഇത് ഞാൻ പറഞ്ഞത് ഇതിന് പുറകിലുള്ള സംഭവമാണ്. ഇപ്പൊ നോക്ക, ഈ പോസ്റ്ററിൽ ശോഭന നിൽക്കുന്ന ഈ ബാണ്ടക്കെട്ട്, ഇതേ ബാണ്ടക്കെട്ട് തന്നെയായിരുന്നു എന്നാ പറയുന്നത് രാജൻ പൊതുവാൾ അന്ന് ആ സ്ത്രീനെ രാജൻ പൊതുവാൾ കാണുമ്പോൾ. ഈ നിൽക്കുന്ന ഫോട്ടോ ഇന്ന് രാവിലെ എനിക്ക് രാജൻ പൊതുവാൾ അയച്ചു തന്ന ഫോട്ടോ ആണ്. അന്ന് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രാജൻ പൊതുവാളും ശോഭനയുമായിട്ട് എടുത്തിരിക്കുന്ന ഫോട്ടോ. ഇത് രാജൻ പൊതുവാളും ഞാനും കൂടി നേരിട്ട് സംസാരിച്ച് രാജൻ പൊതുവാളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാനിപ്പോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി ഇതില് എല്ലാ പാട്ടുകളും എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ കുറിച്ച് ഇതിലെ ഈ ഓരോ പിക്ചറും ഞാൻ കൊടുത്തിരിക്കുന്നത് വളരെ അർത്ഥവത്തായ പിക്ചറുകളാണ്. നിങ്ങൾ നോക്കുക, കൈകൾ നീണ്ടു വരുന്നത് നോക്കുക. ആ കുട്ടിയുടെ അന്നത്തെ മാനസിക രോഗ ആശുപത്രിയിൽ നിന്ന് വരുന്ന ആളുകൾ ഈ കുട്ടി ഓടി നടക്കുമ്പോൾ അവരുടെ വാത്സല്യം പ്രകടിപ്പിക്കേണ്ടതാണ് കേട്ടോ. ഈ കൈതപ്രത്തെ കുറിച്ച് പറയുമ്പോൾ കൈതപ്രത്തിന്റെ വരികൾ പറയുമ്പോൾ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, കവിതയില് ഒരു വിത ഉണ്ടാകണം. വിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കവിതയും പുതിയ ആശയങ്ങളെയും വികാരങ്ങളെയും വിതക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ അതൊരു കവിതയാവുള്ളൂ. അപ്പൊ കവിതയിൽ വിത വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈതപ്രം ഇതിലെ എല്ലാ ഗാനങ്ങളിലും അതിൻ്റെ വരികളില് ആ കവിതകളില് വിത നടത്തിയിട്ടുണ്ട്. ധാരാളം വിതച്ചിട്ടുണ്ട്. വിതച്ചതൊക്കെ നെന്മണികളായിട്ടുണ്ട്. അതെല്ലാം കൊയ്തെടുത്തിട്ടുമുണ്ട്.
അത്ര നല്ല വരികളും അർത്ഥസമ്പുഷ്ടവുമാണ് അദ്ദേഹത്തിന്റെ വരികൾ. പിന്നെ കൈതപ്രത്തെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. നോക്കുക, ഈ സീൻ ലെഫ്റ്റിൽ കാണിക്കുന്ന ഈ സീൻ റിയൽ ആയിട്ട് ഉണ്ടായതാണ്. അമ്മ കുട്ടീനെ തലയിൽ കൈവയ്ക്കുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന വ്യക്തി രമേശ് നാരായൺ. രമേശ് നാരായൺ ആദ്യമായിട്ട് ഒരു സിനിമയിലെ മുഴുവൻ ഗാനങ്ങളും സംവിധാനം ചെയ്ത സിനിമയാണ് മകൾക്ക് എന്ന് പറഞ്ഞത്. അത് അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ രമേശ് നാരായണന്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും രമേശ് നാരായണനാണ് ഹിന്ദുസ്ഥാനി ആയിരിക്കും എന്ന് പറയും. പക്ഷേ ഈ ഒരു മുകിലിൻ മകളെ എന്ന് പറയുന്ന സിനിമയില് രമേശ് നാരായണന്റെ രാഗങ്ങൾ, അതിന് കൊടുത്തിരിക്കുന്ന രാഗങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. തുടക്കം ഹിന്ദുസ്ഥാനിയിൽ തുടങ്ങിയിട്ട് പിന്നെ അദ്ദേഹം വെസ്റ്റേൺ ഓർക്കസ്ട്രേഷനിലേക്ക് പോയി പല രാഗങ്ങളിലൂടെ കയറി ഇറങ്ങി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിച്ചിന്റെ ഡിഫറൻസുകൾ കുറേ ഉണ്ട്. അങ്ങനെ ഒരു ഭയങ്കരമായ വ്യത്യാസങ്ങളോട് കൂടിയിട്ടാണ് ഈ പാട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഇതിന് അതുകൊണ്ടാണ് നാഷണൽ അവാർഡ് കിട്ടാതെ പോകുന്നത്. കൃത്യമായ ഒരു ഹിന്ദുസ്ഥാനി രാഗമോ ഒരു കർണാട്ടിക് രാഗമോ നമുക്കിതിന് പറയാൻ പറ്റണില്ല എന്നുള്ളത്. അപ്പൊ ഈ രാഗത്തെ കുറിച്ച് പറയുമ്പോ ഈ സിനിമയില് ഒരു മാനസിക രോഗി പറയുന്ന ഒരു വാചകമുണ്ട്: നിളയിലെ ഓളവും ഗംഗയിലെ തരംഗവും ഒരേ രാഗമാണ് വിസ്തരിക്കുന്നത്. അത് മനസ്സിലാക്കിയപ്പോൾ ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും ഒന്നാകുന്നു. കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി രാഗവും ഒന്നാകുന്നു. ഡോക്ടറും ഞാനും ഒരേ താവളത്തിലാകുന്നു. അത് അതിലെ അതേ വാചകങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ അർത്ഥപൂർണമാണ്. ഈ ഇതിൽ പറഞ്ഞ മ്യൂസിക്കും ഈ സിനിമയും അദ്ദേഹം ഉണ്ടാക്കിയ അതിന്റെ സംഗീതവും ഒക്കെ ഈ പറഞ്ഞ വരികളില് കിടപ്പുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം: നിളയിലെ ഓളവും ഗംഗയിലെ തരംഗവും ഒരേ രാഗം വിസ്തരിക്കുന്നു. അത് മനസ്സിലാക്കിയപ്പോൾ ദക്ഷിണേന്ത്യനും ഉത്തരേന്ത്യനും ഒന്നായി. കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനിയും ഒന്നായി. ഞാനും ഡോക്ടറും ഒരേ താവളത്തിലായി. ഇത് പറയുന്നത് ഒരു മാനസിക രോഗിയാണ്. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് ഈ പാട്ട് പാടിയ വ്യക്തിയെ കുറിച്ചാണ്. മഞ്ചരി. മഞ്ചരി മസ്കറ്റിൽ പഠിച്ചു വളർന്ന് 12ാം ക്ലാസ് വരെ മസ്കറ്റിൽ ഉണ്ടായിരുന്നതാണ് മഞ്ചരി. കൊച്ചുനാൾ മുതൽ മഞ്ചരിയുടെ എല്ലാ മ്യൂസിക് ഷോകളും ഒക്കെ ഞാൻ കാണാറുണ്ട്. മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു. അതിനുശേഷം 12 കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വരുന്നതും ഇവിടെ സിനിമാ രംഗത്തൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത്. മഞ്ചരിയുടെ ഈ പാട്ട് ഒരശരീരി പോലെയാണ് സിനിമയിൽ കാണുന്നത്. ഇങ്ങനെ കൃത്യമായിട്ട് ഒരാൾ നിന്ന് പാടുന്ന രംഗങ്ങളല്ല, ഒരശരീരി പോലെ കേൾക്കുന്നതായിട്ട് നമുക്ക് തോന്നും. മഞ്ചരിയുടെ വളരെ ബോൾഡായിട്ടുള്ള സ്വരത്തിൽ ഈ പാട്ട് നമുക്ക് കേൾക്കാം. മഞ്ചരിക്ക് സംസ്ഥാന സിനിമ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം മഞ്ചരി ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇതും മഞ്ചരിക്ക് ഒരു ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇനി മഞ്ചരി പാടിയ ഈ പാട്ട് ഇപ്പൊ ഇവിടെ മിഥുന എം നായർ പാടും. മിഥുന പാടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സിനിമയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. മിഥുന പാടുന്ന ഒരു കവിതയായിട്ട് മനസ്സിലാക്കാം. അങ്ങനെ ആ പാട്ടിനെ ആസ്വദിക്കാം. മുകിലിൻ മകളെ പൊഴിയും കനവേ, വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ, നിന്നെ കാണാ നെഞ്ചിൽ ചേർക്കും അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലേ, മുകിലിൻ മകളെ നിന്റെ ഓർമ്മയിലാകാശം മിന്നലായി കൈനീട്ടുന്നു. നിന്റെ തോഴികൾ താരകളായി താരിളം മിഴിനീട്ടുന്നു. സ്നേഹസന്ദേശം
ചന്ദ്രലേഖ പിന്നിലാവായി തേങ്ങുന്നു മുകിലിൻ മകളെ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ നിന്റെ കവിളിലൊരു മതളാം കുന്നിറങ്ങുമീളം കാറ്റിൽ മാറിൽ വിങ്ങും മധുരവുമായി തേടി വന്നു മുകിലമ്മ ഏഴുവർണ്ണം നീർത്തിയാടി മാരിവില്ലിൻ വാത്സല്യം മുകിലിൻ മകളെ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ നിന്നെ കാണാ നെഞ്ചിൽ ചേർത്ത അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലേ മുകിലിൻ മകളെ. താങ്ക് യു. മിഥുന വളരെ മനോഹരമായി പാടി. ഇത് ഞാൻ മിഥുനേനെ കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ കരോക്കെയോ ഒന്നുമില്ലാതെ സിനിമയിലെ പിക്ചറൈസേഷൻ ഒന്നുമില്ലാതെ പാടിപ്പിച്ചതിന്റെ പ്രധാന കാരണം ഇതൊരു കവിതയായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. സിനിമാ പാട്ടാകുന്നത് അതിന് ശേഷം മാത്രമാണ്. മിഥുന പാടിയ വരികളെ വെറും ഒരു കവിതയായിട്ട് മാത്രം കാണുക. സിനിമയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. സിനിമയെക്കുറിച്ചോ കഥയെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ വെറും ഒരു കവിതയായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ അർത്ഥം എന്നുള്ളത് നമുക്കൊന്ന് വിശദീകരിക്കാം. മുകിലിൻ മകളെ, ആർക്കറിയാം അർത്ഥം? വാട്ട് ഈസ് മുകിലിൻ മകൾ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് മുകിലിൻ മകൾ? അല്ലെങ്കിൽ എന്താണ് മുകിൽ എന്ന് പറയാം? കാർമേഘാണോ? കാർമേഘം. മേഘം എന്ന് പോരെ? എന്നാ കാർമേഘാവട്ടെ. അപ്പൊ മുകിലിൻ മകൾ ആരാ? മഴ. 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 യെസ്. അപ്പൊ മുകിലിൻ മകളെ എന്ന് പറയുന്നത് മഴയാണ്. പൊഴിയും കനവേ. പൊഴി എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാലോ എല്ലാവർക്കും. അടർന്നു വീഴുന്ന കനവ്. എന്താ കനവ്? സ്വപ്നാണോ? സ്വപ്നം. ഡ്രീം. ശരിയാണ്. അപ്പൊ മുകിലിൻ മകളെ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ. കഥയെ കുറിച്ച് ചിന്തിക്കേണ്ട. വിണ്ണിൽ നിന്നും മണ്ണിൽ വീണത് എന്താ ഇതിന്റെ അർത്ഥം? പറഞ്ഞോ കുട്ടികൾ, ഉറക്കെ പറഞ്ഞോ. ആകാശത്തിന് താഴെ ഭൂമിയിൽ വീണതാണോ? വീണ ജന്മനൊമ്പരമേ. ശരിയാണ്, പറയുന്നത് ശരിയാണ്. ആരാ പറയുന്ന ആൾ? ആരാന്ന് ഞാൻ കാണുന്നില്ല. ജന്മനൊമ്പരമേ. എന്താണ് ഈ ജന്മനൊമ്പരം? ഇത് ഈ കവിത ഞാൻ പറഞ്ഞില്ലേ, കവിതയുടെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് വളരെ യുണീക്കാണ്. ഞാൻ പറയുന്ന ഇന്റർപ്രിട്ടേഷൻ ആവണമെന്നില്ല നിങ്ങൾ പറയുന്നത്. എല്ലാം ശരിയാണ്, ഒന്നും തെറ്റില്ല. അപ്പൊ ഏത് ഉത്തരവും നിങ്ങൾക്ക് പറയാം. എന്താണ് ജന്മനൊമ്പരം? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടൊന്ന് പറയൂ. എന്താണ് ജന്മനൊമ്പരം? മുകിലിൻ മകളെ, മഴയെ കുറിച്ചാണെന്ന് പറഞ്ഞല്ലോ. മുകിലിന്റെ മകളാണ് മഴ. മഴ തുള്ളികളായിട്ട് പൊഴിയും കനവേ. എന്റെ സ്വപ്നം പൊഴിഞ്ഞു താഴേക്ക് വീണു അല്ലെ? ആകാശത്ത് നിന്ന് താഴേക്ക് വീണ എന്റെ സ്വപ്നങ്ങൾ. ജന്മനൊമ്പരമേ. എന്തായിരിക്കണം? എല്ലാം ശരിയാ, കണക്ക് പോലെയല്ല. 2+2 4 തന്നെ ആവുള്ളൂ. 5 എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റാന്ന് പറയും. പക്ഷേ കവിതയുടെ ഇന്റർപ്രിട്ടേഷൻ ഓരോരുത്തർക്ക് അവനവന് മനസ്സിലാകുന്ന വഴിയിൽ അത് വിശദീകരിക്കാം. ആർക്കെങ്കിലും അറിയോ എന്താണ് ജന്മനൊമ്പരം? അടർന്നു വീഴുന്നത്. അതായത് പലതരത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം.
ആ ജന്മം എടുക്കുന്നത് തന്നെ വളരെയേറെ നൊമ്പരത്തോടു കൂടിയാണ്, അല്ലെ? അങ്ങനെ വരാം. അല്ലെങ്കിൽ അടർന്നു വീണ മഴത്തുള്ളി എന്ന് പറയുന്നത് ഒരു ഇടവപ്പാതി മഴ കഴിഞ്ഞു പോകുമ്പോ ഈ മേഘം ഈ വെള്ളത്തുള്ളികളെ മുഴുവൻ മണ്ണിലേക്ക് ഇട്ട് തിരിച്ചു പോകുകയാണ് ഇടവപ്പാതി. ആ മണ്ണിൽ വീണ വെള്ളത്തുള്ളികൾ മുഴുവൻ അനാഥമായി പോകുന്ന ഒരു ജന്മനൊമ്പരമായിട്ട് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. കേട്ടോ? നിങ്ങൾ വ്യാഖ്യാനം ഒന്നും പറയാത്തത് കൊണ്ട് എന്റെ വ്യാഖ്യാനം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അർത്ഥം തോന്നുന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പറയാം. നിന്നെ കാണാൻ നെഞ്ചിൽ ചേർക്കാൻ അമ്മ കൊതിപ്പൂ. അപ്പൊ ആരാ അമ്മ? കുട്ടികൾ പറയൂ, ആരാ അമ്മ? മേഘം. മേഘം. ഇനി നെഞ്ചിൽ ചേർക്കാൻ പറ്റുമോ അമ്മയ്ക്ക്? അടർന്നു വീണ മഴത്തുള്ളികളെ വീണ്ടും അമ്മയ്ക്ക് നെഞ്ചിൽ ചേർക്കാൻ പറ്റുമോ? ഇല്ല. എന്താ? ഓൾറെഡി താഴെ വീണില്ലേ? അപ്പൊ സയൻസ് പഠിച്ച സയൻസ് ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എന്തായാലും പോകാൻ പറ്റില്ലല്ലോ. അല്ല, പഠിച്ച സയൻസിൽ എന്താ പഠിച്ചത്? അത് ഇവാപറേഷൻ ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ടേക്ക് പോകും. പക്ഷെ വേറെ കുട്ടിയാവില്ലേ അത്? വേറെ കുട്ടിയോ? അങ്ങനെ. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ സയൻസ് മറന്നുകൊണ്ട് പറയുന്നു ആ കുട്ടീനെ ഇനി നെഞ്ചിൽ ചേർക്കാൻ പറ്റില്ല എന്ന്. നിന്റെ ഓർമ്മയിൽ ആകാശം, നിന്റെ ഓർമ്മയിൽ ആകാശം മിന്നലായി കൈ നീട്ടുന്നു. കവിത മാത്രം സിനിമയെ കുറിച്ച് ചിന്തിക്കണ്ട. നിന്റെ ഓർമ്മയിൽ ആകാശം മിന്നലായി കൈ നീട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴത്തുള്ളി ആകാശത്ത് അല്ലെങ്കിൽ മേഘത്തില് ഉൾക്കൊള്ളുന്ന അവസ്ഥയില് ആകാശത്തിലാണ് അത് നിൽക്കുന്നത്. അത് ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോ മിന്നല് കൈ നീട്ടാണ്, അതിനെ പിടിക്കാനായിട്ട് കൈ നീട്ടുന്നു. മിന്നൽ എന്ന് പറഞ്ഞാൽ അറിയാം, ഇടിമിന്നല് അല്ലെ? അപ്പൊ മിന്നൽ ഒരു വാള് പോലെ ഭൂമിയിലേക്ക് വരുന്നത് എന്താണെന്ന് നമുക്ക് പറയാം. മേഘത്തിന്റെ കുട്ടി താഴെ വന്ന കുട്ടിയെ പിടിക്കാനായിട്ട് കൈ നീട്ടുന്നു. മനസ്സിലാവുണ്ടോ? പിന്നെ നിന്റെ തോഴികൾ താരകളായി താരിളം മിഴി നീട്ടുന്നു. അപ്പൊ ആകാശത്തില് വെള്ളത്തുള്ളികളുള്ള സമയത്ത് മേഘത്തില് തുള്ളികളായിട്ടുള്ള സമയത്ത് തോഴികള് താരകളായിട്ട് താരിളം കൈ നീട്ടുന്നു. അപ്പൊ ഇവരൊക്കെയാണ് തോഴികള്. തോഴികൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ആണ്, അല്ലെ? അപ്പൊ ഈ മഴത്തുള്ളികളുടെ കൂട്ടുകാരായിരുന്നു നക്ഷത്രങ്ങള്. ഈ നക്ഷത്ര കൂട്ടങ്ങള് താരിളം മിഴി നീട്ടുന്നു. എന്താ ഈ താരിളം മിഴി നീട്ടല്? താരിളം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? താരിളം പൂ പോലെയുള്ള മെയ് എന്നൊക്കെ പറയില്ലേ? ഇളം മെയ് എന്നൊക്കെ പറയില്ലേ? താരിളം വളരെ നിഷ്കളങ്കമായ കണ്ണുകള് താരകങ്ങള് നീട്ടുകയാണ്. അവരുടെ കൂടെ കളിച്ചു നടന്ന മഴത്തുള്ളികള് ഭൂമിയിലേക്ക് വന്നപ്പോ ഈ താരകങ്ങള് അവരുടെ മിഴി നീട്ടുന്നു. സ്നേഹസന്ധ്യ ചന്ദ്രലേഖ പിന്നിലാവായി തേങ്ങുന്നു. എന്താണ് സ്നേഹസന്ധ്യ? ആർക്കെങ്കിലും അറിയോ? സ്നേഹസന്ധ്യ എന്ന് പറയുന്നത് നമ്മുടെ സന്ധ്യാസമയത്ത് ചക്രവാളത്തില് കൂടെ കുറച്ച് വെളിച്ചം കാണുന്ന ഒരവസ്ഥ കണ്ടിട്ടില്ലേ? പകുതി വെളിച്ചം വരുന്നത്. സൂര്യൻ അസ്തമിക്കുന്ന സമയം അല്ലെങ്കിൽ ചന്ദ്രൻ ഉദയം ചെയ്യുന്ന സമയത്ത് കാണുന്ന ഒരു ചെറിയ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിനെയാണ് സ്നേഹസന്ധ്യ. അതിന് ഭയങ്കര വാംത്ത് ആയിരിക്കും എന്ന് പറയുന്നത്. ആ വാംത്ത് എന്ന് പറയുന്നത് അത് സ്നേഹത്തിന്റെ ചൂടാണെന്ന്. അങ്ങനെയാണ് അതിന്റെ വിശദീകരണം. കേട്ടോ? ഈ സ്നേഹസന്ധ്യ ഒരു വാംത്ത് ആയിട്ട് നിൽക്കുന്ന സമയം. ചന്ദ്രലേഖ എന്ന് പറയുന്നത് ക്രസന്റ് മൂണിനെയാണ്. പിന്നിലാവായി തേങ്ങുന്നു. ഈ ക്രസന്റ് മൂൺ 2 തരത്തില് ക്രസന്റ് മൂൺ ഉണ്ട്. ചന്ദ്രലേഖ എന്ന് പറയുന്നത് ക്രസന്റ് മൂൺ 2 തരത്തിൽ വരുന്നുണ്ട്. ഒന്ന് പൗർണമിക്ക് മുൻപും പൗർണമിക്ക് ശേഷവും. പൗർണമി മീൻസ് ഫുൾ മൂൺ. ഫുൾ മൂണിന് മുമ്പും വരും, ഫുൾ മൂണിന് ശേഷം വരും. ഫുൾ മൂണിന് ശേഷം വരുന്നത് അമാവാസിയിലേക്കുള്ള പോക്കാണ്. എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ക്ഷയിച്ച ചന്ദ്രനിൽ നിന്ന് വരുന്ന നിലാവിനെയാണ് പിൻനിലാവ് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? ഈ ക്ഷയിക്കാത്ത, അതായത് ഫുൾ മൂണിന് മുൻപ് വരുമ്പോ ചന്ദ്രൻ വലുതായി വരുന്നത് അത് ക്ഷയിക്കാത്ത ചന്ദ്രനാണ്. അവിടെ നിന്ന് വരുന്ന നിലാവിനെ മുൻനിലാവ് എന്ന് പറയും. അപ്പൊ ഇത് ചന്ദ്രലേഖ പിൻനിലാവായി തേങ്ങുന്നത് ഒരു വിരഹ ദുഃഖത്തിന്റെ ഭാവമാണ് കവി അവിടെ ഉദ്ദേശിക്കുന്നത്. സ്നേഹസന്ധ്യ ചന്ദ്രലേഖ പിൻനിലാവായി തേങ്ങുന്നത് ഒരു വിരഹവേദന. അപ്പൊ അവിടെ എന്തായിരുന്നു വിരഹവേദന? വിരഹവേദന മേഘത്തിന്റെ മകളെ ഭൂമിയിലേക്ക് തള്ളിവിട്ടതിന്റെ വിരഹവേദന. അതിന്റെ തോഴിമാര് വിഷമിക്കുന്നു. ആകാശം മിന്നലായി വന്നിട്ട്
അതിനെ പിടിക്കാൻ നോക്കുന്നു. ഇതെല്ലാം ഒരു വിരഹവേദനയാണ് കവി ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത 3 സ്റ്റാൻസാണ് ഇതിലാകെ ഉള്ളത്. അടുത്തതിൽ പറയുന്നത്, നിന്റെ കവിളിൽ ഒരു ഉമ്മ തരാൻ കുന്നിറങ്ങും ഇളം കാറ്റ്. കുന്ന് കയറി പോയിട്ടുള്ളവർക്ക് കാണാം, നമ്മളിങ്ങനെ പോകുമ്പോ കുന്നിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ പാറി പറന്നു വരുന്നത് കാണാം കാറ്റടിച്ചിട്ട്. അപ്പൊ കാറ്റ് വരുന്നത് ഈ മഴത്തുള്ളികൾക്ക് ഉമ്മ നൽകാനാണ്. എന്താന്ന് വെച്ചാല് കാറ്റും ഈ മേഘവും ഈ ആകാശവും നക്ഷത്രങ്ങളും എല്ലാം അവിടെ കൂട്ടുകാരായി ജീവിച്ചിരുന്നവരാണ്. അപ്പൊ ഇത് കുന്നിറങ്ങി വരുന്ന കാറ്റ് ഈ മഴത്തുള്ളികളിൽ ചുംബനം നൽകാനായിട്ട് വരുന്നു. കാറ്റും മഴയും ഒപ്പം വരുന്നതൊക്കെ അല്ലേ നിങ്ങൾക്ക്. മാറിൽ വിങ്ങും മധുരവുമായി തേടി വന്നു മുകിലമ്മ. മാറിൽ വിങ്ങും മധുരം, ആർക്കെങ്കിലും അതിന്റെ അർത്ഥം പറയാൻ കിട്ടുണ്ടോ? മാറിൽ വിങ്ങും മധുരം ആരെങ്കിലും പറയൂ, വലിയവരോ ചെറിയവരോ ആരെങ്കിലും പറയൂ. മുലപ്പാൽ. ആർക്കും അറിയില്ല. മുലപ്പാൽ. കേട്ടില്ല. ആ, മുലപ്പാൽ. മാറിൽ വിങ്ങും മധുരവുമായി തേടി വരുന്നു മുകിലമ്മ. മുകിലമ്മ വീണ്ടും വരികയാണ്. തന്റെ കുട്ടി താഴേക്ക് പോയുമ്പോ അമ്മ മധുരമുള്ള മുലപ്പാലുമായിട്ട് വരുന്നു. ഇത് ഞാൻ കവിതയുടെ എക്സ്പ്ലനേഷനാണ് പറയണേ. സിനിമയായിട്ട് വരുമ്പോ ഇതിന് കുറേയും കൂടി നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവും. മുകിലമ്മ, മുകിലമ്മ മേഘം. 7 വർണ്ണം നിവർത്തിയാടി മാരിവില്ലിൻ വാത്സല്യം. മാരിവില്ല് എന്താണ് അർത്ഥം? റെയിൻബോ. 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 മനസ്സിലായി, റെയിൻബോ. അപ്പൊ മാരിവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം റെയിൻബോ ആണ്. നിവർത്തിയാടി മാരിവില്ലിന് അതിന്റെ വാത്സല്യമാണ് അത് കാണിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. മാരിവില്ലിന്റെ ആ 7 വർണ്ണങ്ങള് നിവർത്തിയാടുന്നത് മാരിവില്ലിന് ഈ മഴത്തുള്ളികളോടുള്ള അതിന്റെ വാത്സല്യാണ് കാണിക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് ഒരു കവിത എന്നുള്ള രീതിയിലുള്ള എക്സ്പ്ലനേഷൻ മാത്രമാണ്. ഈ കൈകൾ കാണുന്നുണ്ടല്ലോ, ഇതാ സിനിമയിലെ പാട്ടിന്റെ ഭാഗമാണ്. ഈ സിനിമയിലെ പാട്ടിന്റെ ഭാഗം പറയുന്നതിന് മുൻപ് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയില് ഈ ഡോക്ടർ MR മേനന്റെ റോള് ആണ് സുരേഷ് ഗോപി ഡോക്ടർ വാര്യരായിട്ട് ചെയ്യുന്നത്. ശോഭനയാണ് മാനസിക രോഗിയായിട്ടുള്ള ആ കുട്ടിയുടെ അമ്മ. കുട്ടിയുടെ പേര് മാനസി എന്ന് തന്നെയാണ്. ആ കുട്ടി അവിടെ എല്ലാ മാനസിക രോഗികളുടെ അടുത്തും ആ കുട്ടി നടന്നും അവരുമായിട്ട് സംവദിച്ചും നടക്കുമ്പോ ഈ മാനസിക രോഗികളിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഭയങ്കരമാണ്. പലവരും അവരാ സ്നേഹവും വാത്സല്യവും ഒക്കെ വീണ്ടും അവർക്ക് ഓർമ്മപ്പെടുത്തലായി അവര് ഇതിലേക്ക് ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു അനുഭൂതി അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ നഴ്സുമാരും അവിടുത്തെ ഡോക്ടറും അവിടുത്തെ മറ്റ് മാനസിക രോഗികളും കൂടി നോക്കുമ്പോ ഈ കുട്ടി വളരെ നല്ല രീതിയിലാണ് വളരുന്നത്. പക്ഷെ അമ്മയ്ക്ക് മാത്രം യാതൊരുവിധ പ്രതികരണങ്ങളോ യാതൊരുവിധ ചലനങ്ങളോ ഇമോഷൻസോ ഇല്ലാത്തതും നമുക്ക് കാണാൻ പറ്റും. ഈ കുട്ടി അതിന്റെ കോറിഡോറിലൂടെ നടന്നു പോകുമ്പോ സെല്ലിൽ കിടക്കുന്നവരൊക്കെ കൈ നീട്ടി ഈ കുട്ടീനെ തൊടാൻ പോകും. അതില് വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് വിനായകൻ അവതരിപ്പിക്കുന്ന ഒരു മാനസിക രോഗിയുണ്ട്. അപ്പൊ വിനായകൻ എപ്പോഴും സെല്ലിൽ അടച്ചിരിക്കുന്ന വ്യക്തിയാ. വിനായകന്റെ അടുത്ത് ആരും പോവില്ല. പക്ഷെ ഈ കുട്ടി വന്നു കഴിഞ്ഞാൽ വിനായകനിലും വളരെയധികം ഇമോഷൻസ് വരുന്നു. വിനായകനും ഈ കുട്ടിയെ വാത്സല്യത്തോടു കൂടി കവിളില് തൊടുന്നുണ്ട്. പിന്നെ ചില മാനസിക രോഗികൾ അവിടെ ഈ കുട്ടിയുടെ കൂടെ പാട്ടുപാടും, അവരുടെ കൂടെ തീവണ്ടി കളിക്കും. ഇങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങള് ആ സിനിമയിൽ ആ മാനസിക ആശയിൽ വരുമ്പോ അതിനിടയ്ക്കാണ് സർക്കാരിന്റെ ഉത്തരവ് വരുന്നതും കുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതും. യഥാർത്ഥ കഥയില് ഡോക്ടറുടെ മകളാണ് ദത്തിന് ശ്രമിക്കുന്നതെങ്കിൽ സിനിമയില് ഡോക്ടർ വാര്യര് തന്നെയാണ് കുട്ടിയെ ദത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ നിയമം അതിന് അനുവദിക്കാത്തത് കൊണ്ട് കുട്ടിയെ മാനസിക ആശുപത്രിയിൽ നിന്നും ശിശുപാലക സംഘം, സർക്കാരിന്റെ സംഘടന വന്ന് കൊണ്ടുപോകുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. പക്ഷെ അവിടെ ഓരോ മാനസിക രോഗിയിലും വരുന്ന വളരെ വലിയ വ്യത്യാസങ്ങള് ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ എത്ര വലിയ മാനസിക രോഗിയാണെങ്കിൽ പോലും ഒരു കുഞ്ഞിന്റെ സാമീപ്യം വരുമ്പോ എത്രയും വലിയ ഡേഞ്ചർ ആയിട്ടുള്ള വ്യക്തിയിൽ പോലും വരുന്ന മാറ്റങ്ങള് ആ സിനിമ നമുക്ക് കാണിച്ചു തരും. മനോമി, അതില് എന്ത് വികാരാണ് ഇപ്പൊ തോന്നിയത് ആ പാട്ടില്? കേട്ടപ്പോ നല്ല സങ്കടം തോന്നി. നല്ല സങ്കടം തോന്നി. വേറെ ഒന്നും തോന്നിയില്ല? സങ്കടം മാത്രമേ തോന്നിയുള്ളൂ? ആശയം നല്ല ക്ലിയർ ആണ്.
ക്ലിയർ ആയിട്ട് കിട്ടി. ഇനി അതുപോലെ മറ്റു കുട്ടികൾ പറയും, വേറെ കുട്ടികളുണ്ടല്ലോ അതില്. ഋഷികേശ്. എനിക്ക് എന്താ പറഞ്ഞാ ഈ ഇത് കാണുമ്പോ സിനിമയായിട്ട്, അതായത് ആ പ്ലോട്ടുമായിട്ട് ചേർന്ന രീതിയിലുള്ളതാണ് പാട്ട് എന്നുള്ളത് മനസ്സിലായി. അതാണ് മെയിൻ ആയിട്ട്. ഒരു മഴനിഴലുള്ള ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് ഒരു പഞ്ഞിക്കെട്ട് പോലെ മേഘം താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടോ? അതുപോലെയാണ് അനാഥത്വത്തോടു കൂടി ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ആ ജന്മ നൊമ്പരം. മനസ്സിലാവുണ്ടോ? ഒരു പഞ്ഞിക്കെട്ട് പോലെ മേഘം ഇങ്ങോട്ട് താഴേക്ക് വരുന്നു, ഇടവപ്പാതി മഴ, ആ മേഘത്തിനെ മഴത്തുള്ളികളായിട്ട് ഭൂമിയിൽ അവശേഷിപ്പിച്ചുകൊണ്ട് ഇടവപ്പാതി മറഞ്ഞു പോകുന്നു. അത് ഒരു വലിയൊരു അനാഥത്വത്തിലേക്കാണ് ആ കുട്ടീനെ തള്ളിവിട്ടത്. ഈ അനാഥത്വവും അതുപോലെ തന്നെ രക്തബന്ധത്തിലും ഒക്കെ അപ്പുറത്ത് ഒരുപാട് സ്നേഹമുള്ള മനുഷ്യര് ആ കുട്ടിയുടെ ചുറ്റിലും ഉണ്ടായിരുന്നു. സ്വന്തം അച്ഛനല്ലാത്ത ഡോക്ടർ ഒരു അച്ഛന്റെ റോളിലും അമ്മയുണ്ടായിരുന്നു. ആ കുഞ്ഞ് അനേകം മാനസിക രോഗികളുടെ വാത്സല്യം ഏറ്റിട്ട് ഒരു അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. ഇപ്പൊ നോക്കൂ, നിന്നെ കാണാൻ നെഞ്ചില് ചേർക്കാൻ അമ്മ കൊതിപ്പു എന്ന് പറയുന്നത്, അവിടെ എത്രയോ അമ്മമാരെ നിങ്ങൾ കണ്ടു ആ പിക്ചറൈസേഷനിൽ. എത്രയോ ആളുകളാണ് ആ കുട്ടീനെ തന്നിലേക്ക് അടുപ്പിക്കാനായിട്ട് കൈകൾ നീട്ടിക്കൊണ്ടുവരുന്നത്. നിന്റെ തോഴികൾ താരകളായി താരിളം മിഴി നീട്ടുന്നു. എത്രയോ ആളുകളാണ് ആ കുട്ടിയുടെ വാത്സല്യത്തിന് വേണ്ടി, ആ കുട്ടിയെ ഒന്ന് തൊടാൻ വേണ്ടി കൈകൾ നീട്ടുന്നത്. സ്നേഹസന്ധ്യ ചന്ദ്രലേഖ പിന്നിലാവായി തേങ്ങുന്നു. കണ്ടോ? ആർക്കെങ്കിലും അവിടെ നിങ്ങൾക്ക് അതിനെ നിങ്ങൾക്ക് ബന്ധിപ്പിക്കാൻ പറ്റുമോ? ഈ വാക്കുകള് ആ പിക്ചറൈസേഷനിൽ ബന്ധിപ്പിക്കാൻ പറ്റുമോ? ആ വിരഹത്തിന്റെ വേദന ഞാൻ പറഞ്ഞില്ലേ, സ്നേഹസന്ധ്യ ചന്ദ്രലേഖ പിന്നിലാവായി തേങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ആ വിരഹ വേദനയാണ് അവിടെ കാണിക്കുന്നത്. അവിടെ മേഘം വിട്ടുകളഞ്ഞ വിരഹവേദനയേക്കാൾ ഏറെ ആ കുട്ടി അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്നും പോകുമ്പോൾ ഉണ്ടാകുന്ന വിരഹവേദന ആ പടത്തിലുണ്ട്, ആ ചിത്രങ്ങളിലുണ്ട്, ആ പാട്ടിലുണ്ട്. മനസ്സിലായോ? അപ്പം ഈ കൈതപ്രം വരികൾ എഴുതുമ്പോൾ ഈ കഥ വളരെ കൃത്യമായി മനസ്സിലാക്കി അതിന് പറ്റിയ രീതിയിലുള്ള വാക്കുകൾ എടുത്തിട്ടാണ് അവരത് ഉണ്ടാക്കുന്നത്. നിന്റെ കവിളിൽ ഒരു ഉമ്മ തരാൻ കുന്നും ഇറങ്ങും ഇളം കാറ്റ്, മാറിൽ വിങ്ങും മധുരവുമായി തേടി വന്നു മുഖിലമ്മ. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കേണ്ടത്, അതില് ശാലു മേനോന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ശാലു മേനോൻ എന്ന് പറയുന്ന നടി. അവര് മാനസിക രോഗിയല്ല. ആക്ച്വലി അവരുടെ ഭർത്താവിന് 2ാം വിവാഹം കഴിക്കാൻ അവരെ മാനസിക രോഗി എന്ന് മുദ്ര കുത്തിയിട്ട് അവരെ കൊണ്ടുവന്നാക്കിയേക്കുന്നതാണ് മാനസിക രോഗാശുപത്രി. അവിടെ അവര് വളരെ ദുഃഖിതയായിട്ട് കഴിയുമ്പോ ആണ് ഈ കുട്ടി വരുന്നത്. അവർക്ക് പ്രസവിക്കാനും ഒരു കുട്ടിയെ മുലയൂട്ടാനും ഒരു കുട്ടിയുടെ അമ്മയായി ജീവിക്കാനുമുള്ള കടുത്ത ആഗ്രഹമുള്ള സമയത്ത് അവർ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ കുട്ടിയെ വളർത്തിക്കോട്ടെ എന്ന്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് പറയുന്നു. അന്ന് മുതല് ഈ ശാലു മേനോൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഈ കുട്ടിയെ താരാട്ട് പാടുന്നതും ഉറക്കുന്നതും നോക്കുന്നതും എല്ലാം. അവളായിരുന്നു അവിടുത്തെ യഥാർത്ഥ അമ്മ. അതാണ് മാറിൽ വിങ്ങും മധുരവുമായി തേടി വന്നു മുകിലമ്മ. മനസ്സിലാവുണ്ടോ? സിനിമയായിട്ട് കണക്ട് ചെയ്യാണ് കേട്ടോ. എല്ലാവരും പോയിട്ട് സിനിമ കണ്ടോളൂ, അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ആ ശാലു മേനോനെ അവസാനം മെന്റൽ ഹോസ്പിറ്റലിൽ പറയുന്നു, ഇവര് മാനസിക രോഗിയല്ല, ഇവര് ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന്. അവർക്കാണെങ്കിൽ അപ്പൊ മാനസിക രോഗാശുപത്രി വളരെ സന്തോഷകരമായ ഒരു സ്ഥലമായി മാറി കുട്ടിയുടെ വരവോടുകൂടി. ആ സന്ദർഭത്തിൽ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ആ പറഞ്ഞു വിടലും അതൊരു വലിയ ദുഃഖത്തിലേക്കാണ് പോകുന്നത്. 7 വർണ്ണം നീട്ടിയാടി മാരിവില്യൻ വാത്സല്യം. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ, ഈ വരികൾ പാടുന്ന നേരത്ത് അതിൽ കാണിക്കുന്ന പിക്ചർ ഉണ്ട്. ഒരു വയസ്സായ മനുഷ്യർ ഇരുന്നിട്ട് ആ കുട്ടിയുടെ മുഖത്ത് ഇങ്ങനെ തലോടിക്കൊണ്ട് അവര് അനുഭവിക്കുന്ന ആനന്ദം. അപ്പോ സിനിമയില് കവിത എന്ന് പറയുന്ന അർത്ഥത്തിനേക്കാളേറെ അതിന്റെ പശ്ചാത്തലം ആ കവിതയിലെ വരികൾക്ക് കൊടുക്കുന്ന കുറെ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളാണ്, അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ കവിതകള് ആസ്വാദികരമാകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് സിനിമയും കഥയുമായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഉണ്ടാവും ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോകും.
അടുത്ത പാട്ടിലും ഇത് തന്നെ കാണാം. അടുത്തത് ചാഞ്ചാടി ആടും എന്നുള്ള പാട്ട് ഇപ്പൊ രേഖ നമുക്ക് വേണ്ടി പാടും. അപ്പൊ അതിന്റെ വരികൾ ഞാൻ കാണിക്കാം. അതിലും എല്ലാം കൈതപ്പുറത്തിന്റെ വരികളാണ്. ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഇവര് ഈ കഥയ്ക്ക് വേണ്ടിയിട്ട് ഇവര് തെരഞ്ഞെടുക്കുന്ന വാക്കുകളും ആ വാക്കുകളുടെ പുറകിലുള്ള കഥകളും അതിനോടൊപ്പം അതിന് കൊടുക്കുന്ന സംഗീതം ഉണ്ടല്ലോ. ഇപ്പൊ ആ മുകിലിൻ മകളെ എന്ന് പറയുന്ന പാട്ട് ഇങ്ങനെ വരുമ്പോ ഉണ്ടല്ലോ, ഒരു അശരീരി പോലെ ഇങ്ങനെ വരുമ്പോ അത് എത്രത്തോളം അതുമായിട്ട് കഥയായിട്ട് കണക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ്. അതിലാണ് ഇവരുടെയൊക്കെ പ്രതിഭയിരിക്കുന്നത്. കാരണം സാധാരണഗതിയിലെ ഒരു സിനിമയുടെ കഥാഗാത്രവുമായി ഇത്രയും ഇഴുകിച്ചേരുന്ന വരികള് അതൊരു കാണികള് കൂടുതല് എന്താ പറയുക, നമ്മളെ കൂടുതൽ ഡിമാൻഡ് ചെയ്യുകയാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ. വെറുതെ ഇരുന്ന ഒരു ടൈം പാസിന് കാണുന്ന സിനിമ കണ്ട് ശീലിച്ച നമ്മളോട് നമ്മളുടെ ഭാവനയിലേക്കും ഒക്കെ നമുക്ക് വിട്ടുതരികയാണ്. അവര് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് വിടുകയാണ്. അത് ചെന്ന് ക്യാരം ബോർഡ്, ഇപ്പം ക്യാരമിന്റെ നമ്മള് സ്ട്രൈക്കർ ചെന്ന് എത്ര എണ്ണത്തെ കൊണ്ടിട്ടുണ്ട് ഏതാണ് കുഴിയിലേക്ക് വീഴുന്നതെന്നൊക്കെ പറയുന്നത് പോലെ വളരെ മനോഹരമായിട്ടുള്ള ഇമേജറികൾ കഥാഗാത്രവുമായിട്ട് ബന്ധിക്കുക. നമുക്ക് ചുമ്മാ എഴുന്നേറ്റ് പോയാൽ പറ്റില്ല. ഇപ്പം ഇത്തരം കാര്യങ്ങളിലേക്ക് അത് അവര് നമ്മളെയും കൂടെ കൂട്ടിന് പിടിക്കുക. അവരുടെ പ്രതിഭയുടെ ചില സ്ഫുരണങ്ങൾ നമ്മളിലേക്ക് തരികയാണ്. എങ്ങനെയാണ് ഒരു കല ആസ്വദിക്കേണ്ടത്, വെറുതെ ഇരുന്ന് അത് പറ്റില്ല. അതിന് നല്ലൊരു ഉദാഹരണമാണ്. അതിന് പറ്റുന്ന, മാഡം പറഞ്ഞ പോലെ അതിന് പറ്റുന്ന തരത്തിലുള്ള മ്യൂസിക് മാത്രമല്ല, നമ്മളുടെ വോക്കൽ വരികളുടെ ഇടയ്ക്കുള്ള, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടെ, ആ ഫ്ലൂട്ടിന്റെ പല ബിറ്റുകളും എന്ത് മനോഹരമായിരിക്കുന്നു. ചെറിയ തേങ്ങലുകളും മനുഷ്യ സ്വരത്തിന് പറ്റാത്ത ഒരു സാഹിത്യത്തിലെ ഒരു വരികളിൽ കൂടി പറ്റാത്തതൊക്കെ ഈ ഇടയ്ക്ക് പുട്ടിന് തേങ്ങ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതിനകത്തേക്ക് ചേർത്ത് വെച്ച് ഇണക്കുന്നുണ്ട്. അത് ഇതാ പറയുന്ന ഗൗരവമായ ശ്രദ്ധ ഡിമാൻഡ് ചെയ്യുന്ന നിമിഷങ്ങളാണ്. ഇത്രയൊന്നും ഒരു സിനിമാ പാട്ടിനെ ഒന്നാമത് നമ്മളുടെ ഈ ബഹളമായിട്ടുള്ള നമ്മുടെ ജീവിതം, ഫാസ്റ്റ് ലൈഫില് ഒരു സിനിമാ ഗാനത്തിനെ അതിൻ്റെ സാധ്യതകളും അവരുദ്ദേശിച്ചതും അതിൻ്റെ ഊഞ്ഞാലയിൽ നമ്മളും കയറിയിരുന്ന് ആടുക, അവരാരും കാണാത്തതിലേക്ക് ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റുക. മാത്രമല്ല ഈ സംഗീതത്തിന് ഒരു ഗുണമുണ്ട്. സംഗീതകാരൻ ഉദ്ദേശിക്കാത്ത പല പല ലോകങ്ങളിലേക്ക് കേൾവിക്കാരനെ എത്തിക്കുന്ന വളരെ സഹായകരമായിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് മ്യൂസിക്. ഇപ്പം പാടുന്ന ആൾക്ക് തോന്നാത്ത മേഖലകളിലേക്കും ലോകങ്ങളിലേക്കൊക്കെ ഊളിയിട്ട് പോകാൻ നമുക്കും പറ്റും. അത് നമ്മളുടെ ഇന്നേ വരെ ഉണ്ടായിരുന്ന കേൾവിജ്ഞാനവും വായനാശീലത്തിൻ്റെയൊക്കെ ആ സാന്ദ്രത അനുസരിച്ച് അതും മാറും. അപ്പൊ എങ്ങനെയായാലും നമ്മൾ ഈ കഴിക്കുന്ന ഈ ഭക്ഷണത്തിന്റെ ആസ്വാദ്യതകര ഓരോരുത്തരുടെയും നാക്കിന്റെ ടേസ്റ്റ് ബഡ്സ് അനുസരിച്ച് രുചികൾ വിഭിന്നമാകും. എങ്ങനെയായാലും രുചിയുണ്ട്. അതൊരു രസകരമായ ഒരു കാര്യമാണ്. ഈ നമ്മൾ കേൾക്കുന്നവന്റെ ആസ്വാദന നിലവാരം എവിടെയാണോ അതിനനുസരിച്ച്, അതായത് കാളിദാസന്റെ കുട്ടിക്കൃഷ്ണമാരാർ ഒരു ഇത് പറയുന്നുണ്ട്, ഈ കറവക്കാരന്റെ കൈക്കനുത്തനുസരിച്ച് ചൊരന്നു വരുന്ന പശു. ദുർബലനായ കറവക്കാരൻ എത്ര കറന്നാലും അവനൊരു നാഴി പാലേ കിട്ടത്തുള്ളൂ. നല്ല കൈക്കരുത്തുള്ള ഒരു കറവക്കാരൻ ഇടങ്ങഴി പറക്കണക്കിന് പാല് കിട്ടും. ആര് വന്നാലും അവരുടെ കൈക്കരുത്തനുസരിച്ച് ചൊരത്തി തരാൻ പശു റെഡിയാണ്. വളരെ രസകരമായ ഒരു ചിന്തയിലേക്കാണ് മാഡം ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും തോന്നിയത്. കൊള്ളാം, നല്ല രസമായിട്ടുണ്ട്. കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇതിലേക്ക് ഊളിയിടാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുക. അതായത് ആസ്വാദനത്തിന്റെ നിലവാരം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും, ഇതിനകത്ത് കുട്ടിയും മുതിർന്നവരൊന്നും ഒന്നും എനിക്ക് തോന്നുന്നില്ല. ആർക്കും ഇതിനെയൊക്കെ ഗൗരവമായിട്ട് കാണുന്നവർക്ക് വളരെ ഹൃദ്യമായ ഫുഡ് ഫോർ തോട്ട് എന്ന് പറഞ്ഞ പോലെ ഇമാജിനേഷന് വേണ്ടി നമുക്ക് ധാരാളം വകകൾ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. ഒരു നല്ല കാര്യമാണ്. ഇപ്പം വയലാർ ഒരു കവിതയില് കാലം കൂടി ജനിക്കും മുമ്പേ, എത്ര രസകരമാണ്. കോടിയുഗങ്ങൾക്കകലെ കാലം കൂടി ജനിക്കും മുമ്പേ, നമുക്ക് അതേ വെച്ചോണ്ട് എത്ര നേരം വേണേലും എന്തൊരു
ഭാവനയാണ് എന്നും പറഞ്ഞ് നമുക്ക് ആ ഒരു വരി കടന്നുപോയി. പാട്ടുപാടി പ്രഭാത ഗോപുര വാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു, അതിലെ ഒരു വരിയാണ് കോടി യുഗങ്ങൾക്കകലെ കാലം കൂടി ജനിക്കുന്നു മുമ്പേ. ആ ഒരൊറ്റ 2 ലൈൻ വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇരുന്ന് ചിന്തിക്കാം. ഈ കാലം കൂടി ജനിക്കുന്നതിന് മുമ്പുള്ള കാലം, അത് കവികളുടെ അത് നമ്മളെയും സ്പർശിക്കുന്നു, നമ്മളെയും ഒരു അരക്കവി മുക്കാക്കവി ആക്കാൻ സാധ്യതയുള്ളതാണ് ആ പ്രയോഗം. എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെയും. ഈ കഥ ഞാൻ പരിചിതമല്ലായിരുന്നു, സിനിമ ഞാൻ കണ്ടതല്ല, എങ്കിലും ആ സിനിമയിലെ കഥ വിവരിച്ചു കേട്ടപ്പോൾ ഈ വരികളുടെ അർത്ഥം മാത്രമല്ല, മുകിലിന്റെ മകളായിട്ട് മഴയെ കാണുക, മണ്ണിലേക്ക് വിണ്ണിൽ നിന്നും വീണ് ജന്മസാഫല്യം, പ്രസവ വേദന അനുഭവിച്ച അമ്മയുടെ, അതും മുകില് പ്രസവിച്ച വിണ്ണിലേക്ക് വന്നു വീഴുന്ന മഴത്തുള്ളികളുടെ സങ്കടവും. ഇത് മുകിൽ എവിടുന്ന് വന്നു? കടലിൽ നിന്നും. സൂര്യന്റെ അച്ഛൻ സൂര്യൻ, കടലമ്മ, അങ്ങനെയുള്ള മുകിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ മഴയുടെ മുത്തച്ഛനും മുത്തമ്മയാണ് സൂര്യനും കടലും. അത് കവികളുടെ ഒരു ഭാവനയാണ്. നദികള് കാമുകനെ കാണുന്നതായിട്ട് കടലിനെ, മകൾ അമ്മയെ അന്വേഷിച്ച് കടലിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കവികളുടെ ഭാവനയിൽ പല കവിതകളിലും ഉണ്ട്. പഴയ ഒരു ഒന്നാണത്, സങ്കല്പമാണ്. പുഴകള് അമ്മയെ കാണാനായിട്ട് സമുദ്രത്തിനെ അമ്മയായിട്ടും. ഇവിടെ സമുദ്രത്തിന്റെ കൊച്ചുമോളാണ് മഴ. സമുദ്രത്തിൽ നിന്നും സൂര്യന്റെ സഹായത്തോടുകൂടി മുകിലിനെ പ്രസവിക്കുന്നു. മുകില് പ്രസവിക്കുന്നത് മഴത്തുള്ളികള്. ഈ മഴത്തുള്ളി പിന്നെയും അമ്മുമ്മയുടെ അടുത്തേക്ക് നിരന്തരം ഒഴുകി. രസകരമാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകാൻ നല്ല രസകരമായിട്ടുള്ള സ്കോപ്പുള്ള ഒരു പാട്ട് തന്നെയാണ്. നന്നായിരിക്കുന്നു. ഈ പാട്ട് സെലക്ട് ചെയ്തതിന് മാഡത്തിനെ വളരെ എന്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഒരു പാട്ടാണ്. ഇത്രയും വലിയ അവാർഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ തരത്തിൽ ഇതിനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. വളരെ നന്ദിയുണ്ട് ഇത് അവതരിപ്പിക്കാനായിട്ട് തോന്നിയതിന്. ഓക്കെ. സാറ് പറഞ്ഞ വാക്കുകൾ കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ആ വാക്കുകളൊക്കെ എഴുതി വെക്കുക കേട്ടോ. സാറ് പറഞ്ഞ ആ കാര്യങ്ങള് അതൊക്കെ വീണ്ടും വീണ്ടും നമുക്ക് പല സന്ദർഭങ്ങളിലും അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇനി വേറെ ആരും ഒന്ന് പറയുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ സിനിമയിൽ തന്നെ വളരെ പ്രസിദ്ധമായ മറ്റൊരു പാട്ടുണ്ട്, ചാഞ്ചാടി ആടി ഉറങ്ങു നീ. അത് ഫീമെയിൽ വോയിസ് പാടിയത് ഗായത്രിയാണ്. മെയിൽ വോയിസ് അതിൽ പാടുന്നതുണ്ട്. വേറൊരു സന്ദർഭത്തില് അഡ്നാൻ സാമിയാണ് അത് പാടുന്നത്. അത് രേഖ ഹരിനാരായണൻ എന്ന രേഖ സതീഷ് ഇപ്പൊ നമുക്ക് വേണ്ടി ആലപിക്കും. ചാഞ്ചാടിയാടി ഉറങ്ങ് നീ, ചെരിഞ്ഞാടിയാടി ഉറങ്ങ് നീ, ആകാശത്തു ഞാലാട് നീ, കാണാക്കിനാ കണ്ടുറങ്ങ് നീ, ചാഞ്ചാടിയാടി ഉറങ്ങ് നീ, ചെരിഞ്ഞാടിയാടി ഉറങ്ങ് നീ, ആകാശത്തു ഞാലാട് നീ, കാണാക്കിനാ കണ്ടുറങ്ങ് നീ, അമ്പോറ്റിയെ നീ കണ്ടു കണ്ട കാണായി വരും, കൽക്കണ്ട കുന്നിന്റെ ഉച്ചിയില് ചെല്ലുമ്പം അമ്പിളിത്തമ്പ്രാന്റെ കോലോം കാണാം, ആ കോലത്തെത്തുമ്പോൾ അവിടം എന്തൊരു രസമെന്നോ, അവിടെ പാൽക്കാവടിയുണ്ട്, അരികെ പായസപ്പുഴയുണ്ട്, അവിടെ കാത്തോരമ്മയിരിപ്പുണ്ട്, ചാഞ്ചാടിയാടി ഉറങ്ങ് നീ, ചെരിഞ്ഞാടിയാടി ഉറങ്ങ് നീ, ആകാശത്തു ഞാലാട് നീ, കാണാക്കിനാ കണ്ടുറങ്ങ് നീ, അമ്മ നടക്കും
ആകാശച്ചെമ്പൊന്നിൻ ചിലമ്പാകെ ചിലമ്പുന്ന പാദസരം അമ്മയുടെ കയ്യിലെ ഇങ്ങനെ കളിപ്പാട്ടം കിലുങ്ങാതെ കിലുങ്ങുന്ന കിലുക്കാം പെട്ടി. ആ പെട്ടി തുറന്നാലോ അതിലായിരം നക്ഷത്രം. ആ നക്ഷത്രക്കൂട്ടിൽ നിറയെ സ്നേഹപ്പൂങ്കിളികൾ. കിളിപ്പാടും പാട്ടിലൊരമ്മ മനസ്സുണ്ട്. ചാഞ്ചാടിയാടി ഉറങ്ങ നീ, ചെരിഞ്ഞാടിയാടി ഉറങ്ങ നീ. ആകാശത്തു ഞാലാട് നീ, കാണാക്കിടാ കണ്ടുറങ്ങ നീ. താങ്ക് യു. ഇത് ഈ സിനിമയിൽ തന്നെയുള്ള വേറൊരു ഗാനം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ രണ്ട് ഗാനങ്ങളാണ് വളരെ പ്രസിദ്ധമായിട്ട് അതിലുള്ളത്. ബാക്കി കവിതകളാണ്, പിന്നെ ഗസലുമാണ്. ഈ ഗ്രൈനഡിന്റെ ഫൗണ്ടിങ് മെമ്പർ ആയിരുന്നു US നാരായണൻ. US നാരായണൻ അകാലത്തില് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. US ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്. പക്ഷെ വളരെ സാൻസ്ക്രിറ്റും മലയാളവും ലിറ്ററേച്ചർ വളരെയധികം നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു കവിയായിരുന്നു ശ്രീ US നാരായണൻ. അക്കിത്തം കവി എന്നെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അക്കിത്തത്തിന്റെ മരുമകനാണ്. ഈ ഗ്രൈനഡിലെ ഗീതാഞ്ജലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2-3 വർഷം മുമ്പൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ് US നാരായണൻ. 2 വർഷം മുമ്പ് ജൂലൈ 23-നാണ് പെട്ടെന്ന് US ഞങ്ങളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയത്. ഇവിടെ ഇത് ഓർക്കുന്നതിന്റെ കാരണം, ഇതിപ്പോ 2 വർഷം ആകാറായി എന്നുള്ളതിനേക്കാൾ ഏറെ US നാരായണൻ മരിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ മകള് 12ാം ക്ലാസ് പാസ്സായി കോളേജിലേക്ക് ടൗണിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് മകൾക്കായിട്ട് ഒരു കവിത എഴുതി. ആ കവിതയുടെ പേരും മകൾക്ക് എന്നായിരുന്നു. അപ്പൊ ഈ മൂവി എടുത്ത് ഈ പാട്ട് എടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്, മകൾക്ക് പറയുന്ന കവിത എല്ലാ പെൺകുട്ടികൾക്കും കൂടി ഉള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ആ കവിത എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ കവിത എന്തായാലും ഇവിടെ ഒന്ന് പാടണമെന്ന് എനിക്ക് തോന്നി. അത് പാടാനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ വിദ്യാർത്ഥി അഭിനവ് അനിൽ തയ്യാറായി വന്നു. അപ്പോ അഭിനവ് ഈ കവിത നമുക്ക് വേണ്ടി ആലപിക്കും. വഴി തെറ്റിടാതെ നീ നോക്കണം, ഇരുവശവും ഒരു കണ്ണു കാക്കണം, ചെവി കൂർക്കണം, ശബ്ദരഹിതം നടക്കണം. ഒരു കണ്ണിനാൽ നിന്റെ മുൻവഴി അളക്കണം, മറു കണ്ണു പിൻകാഴ്ചയൊപ്പിയെടുക്കണം. തലയിലൊരു കണ്ണു നീ മേൽപോട്ടയക്കണം, കാലടി കണ്ണിനാൽ പാതാളമറിയണം. നിന്മന കണ്ണിനാൽ ഇരുപുറം നോക്കണം, ചിന്തകൾ കൊളുത്തി നീ വെട്ടം വിതയ്ക്കണം. പുസ്തകം കൊണ്ടു വിമാനമുണ്ടാക്കണം, പുത്തൻ വിഹായസിലാർത്തുല്ലസിക്കണം. കാണാ കഥകളെ അപഹരിച്ച് ഒരു കുഞ്ഞു മാന്ത്രിക ചെപ്പിയിലടച്ചു തഴുതിട്ട് നീ നിന്റെ ആയുസ്ഥലികളിൽ നീ നടക്കും വഴികളിൽ ഗൂഢമന്ത്രത്താൽ കഴിച്ചു വച്ചേക്കണം. ഓർമ്മകളുണ്ടായിരിക്കുവാൻ ഉത്തരക്കോണിൽ കുറിച്ചു വച്ചേക്കണം. മകളെ മറക്കരുതു നീ, വേലിപ്പടർപ്പിൽ വിഷച്ചെടികൾ പൂത്തതും കാരമുൾക്കോറലാൽ നൊന്തു കരഞ്ഞതും പൊള്ളുന്ന വേനലിൽ വെന്തു കരിഞ്ഞതും നവരസക്കോലങ്ങളാടിത്തിമിർത്തതും പേടിപ്പെടുമ്പോൾ വിളിച്ചലറിയാർത്തതും പേടിയാറുമ്പോൾ ചിരിപ്പൂ വിരിഞ്ഞതും. മകളെ കരയരുത്, കണ്ണീരൊരിന്ധനം നിൻ ശത്രു നിരകൾക്ക്. കണ്ണിൽ നീ അഗ്നി വളർത്തണം, ശിവനല്ല ഹരിയല്ല വിധിയല്ല ശക്തി, ശിവയായ നാരി എന്നറിയണം പുത്രി.
മകളെ നിനക്കു നിൻ വഴി നീ തെളിക്കണം, അകലെ ജ്വലിക്കുന്ന ലക്ഷ്യത്തിലെത്തണം. തലയിൽ നിൻ ഭാരം കനക്കുന്നുവെങ്കിൽ നിൻ വഴിവക്കിലെത്താണി നീ തന്നെ കാണണം. കാണുന്ന കാഴ്ചയിലെ ശരി തെറ്റു ചികയണം, കേൾക്കുന്ന കേൾവികളിൽ ഉണ്മയേതെന്നറിയണം. പൊരുതുന്ന നേരിന്റെ പക്ഷം പിടിക്കണം, അരുതാത്തതരുതെന്നു പറയാൻ പഠിക്കണം. അഗതികൾ കലിവിന്റെ നീരൊഴുക്കാവണം, കുടിലർക്കു കണ്ണിലെ കരടായി മാറണം. തളരുന്ന കൈകൾക്കു നീ കരുത്താവണം, വളരുന്ന മക്കൾക്കു ഗുരുവായി മാറണം. വഴി തെറ്റിടാതെ നീ നോക്കണം, ഇരുവശവും ഒരു കണ്ണു കാക്കണം. ചെവി കൂർക്കണം, ശ്രദ്ധ പതറാതിരിക്കണം. മകളെ ഇവിടെ നീ ഒറ്റയാവുന്നു, നിൻ വഴിയിൽ നീ തനിയെ നടക്കണം. ദൂരങ്ങൾ താണ്ടണം, ഇത് നിന്റെ കൂടെയുണ്ടാവട്ടെ. പാഥേയം ഇതൊരു പൊതിച്ചോറല്ല, നിൻ താതഹൃദയം. മകളെ ഇത് നിന്റെ കൂടെയുണ്ടാവട്ടെ, പാഥേയം ഇതൊരു പൊതിച്ചോറല്ല, നിൻ താതഹൃദയം. നന്ദി. ഇത് ഈ സന്ദർഭവുമായിട്ട് വളരെ അടുപ്പം പുലർത്തുന്ന ഒരു കവിതയും US-ന്റെ കവിതയും കൂടി ആയതുകൊണ്ടാണ് ഇത് അഭിനവ് നമുക്ക് വേണ്ടി പാടിയത്. അഭിനവ് നന്നായി അത് പാടി. യഥാർത്ഥത്തില് US തന്നെയാണ് അത് യൂട്യൂബിൽ തെരഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. US തന്നെയാണ് സ്വന്തം വോയിസിലാണ് അത് പാടിയിരിക്കുന്നത്. അത് അച്ഛൻ മകൾക്ക് വേണ്ടി പാടിയതാണ്. ഇത്രയും ആണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അഭിനവ് കവിത നന്നായിട്ട് പാടി. നാരായണന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, മാനവീയം നാരായണൻ അല്ലേ? അതെ അതെ അതെ. ഞാന് സതീശനെ അവിടെ കൊണ്ടുപോയി. ഞാൻ അവിടെ 2 വർഷം അവിടുത്തെ കുട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരാളെന്നുള്ളതല്ലേ എനിക്ക് പെട്ടെന്ന് നാരായണന്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ അവിടുത്തെ കാര്യങ്ങളും ആ മനയിലൊക്കെ പോയ കാര്യമൊക്കെ ഇപ്പൊ ഓർത്തു പോകുമായിരുന്നു. ഈ കവിത പക്ഷെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ പാടി കേട്ടത്. ധാരാളം കവിതകൾ ശിവരഞ്ജിനി സ്റ്റൈലിൽ കേൾക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, എല്ലാവരും ശിവരഞ്ജിനി മോഹനം കേട്ട് 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 ഇനിയും കവിതകൾ ശിവരഞ്ജിനിയിൽ കേൾക്കണ്ട എന്ന് തോന്നും. പക്ഷെ ഓരോ തവണ ശിവരഞ്ജിനിയിൽ കവിത കേൾക്കുമ്പോഴും മനസ്സിനെ വല്ലാതെ ഉലയ്ക്കും. കാരണം അത് ആ രാഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എങ്കിലും ഇവിടെ ഈ അച്ഛൻ മകൾക്ക് കൊടുക്കുന്ന ഈ പൊതിച്ചോറ് പാഥേയം ശക്തിയെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് ശിവരഞ്ജിനി ഒന്ന് വിട്ടുപിടിച്ചാലോ അഭിനവ്? നല്ല കരുത്തോടു കൂടി മുന്നേറുന്ന ഒരു മകള്, ഉണ്ണിയാർച്ച. അതിന് ശിവരഞ്ജിനി നമുക്ക് കവിത ആ ഈണത്തിന് നമുക്ക് മനസ്സിൽ തട്ടുന്ന ഈണം തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ നമുക്ക് അഭിനയം ഒന്നുകൂടെ ശ്രമിച്ചിട്ട് ഈ ഈണമട്ടൊന്ന് മാറ്റി, അത് ഒരു രസമാണ്, ഒരു 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 സുഖമുള്ള കാര്യമാണ്. ഒന്ന് മാറി പിടിച്ചു നോക്കാം. ഈ ശക്തിഗാഥ എന്നൊക്കെ പറയുന്ന പോലെ ആ ശക്തി തോന്നുന്ന വേറെ തന്നെ നോക്കാൻ മതി. ശിവരഞ്ജിനി എന്നൊന്നും പറഞ്ഞ് വരളൂ, അത് രാഗമൊക്കെ അതൊക്കെ പോട്ടെ. ആ കവിതയെ പറഞ്ഞുകൊണ്ട് നമുക്ക് വേറൊരു ഈണത്തിലും കൂടി ഒന്ന് ശ്രമിച്ചാൽ അത് ഒരു രസകരമായ കുസൃതി എക്സർസൈസ് എന്നുള്ള രീതിയിലല്ല, ഇത് മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നമുക്കൊന്ന് മാറി പിടിക്കാന്നൊക്കെ പറയത്തില്ലേ, ഈണം കൊള്ളാം, നന്നായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ കവിതയുടെ ഉള്ളിലെ ആ വിത്ത് ആ ശക്തിയാണ്. ദുഃഖഛവി നമുക്ക് മാറ്റിയിട്ട് നല്ലൊരു പോരാട്ടം, ജീവിത പോരാട്ടത്തിൽ ലക്ഷ്യം കണ്ടെത്തേണ്ട ഒരു 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 ധൈര്യവതി, അങ്ങനെ ഒരു ആവേശത്തിൽ ജ്വലിക്കുന്ന ഒരു ഒരു മുന്നോട്ടുള്ള പോക്കിനെ, അത് ആ കവിതയുടെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് അത് നോക്കാം. അച്ഛൻ അതിനായിട്ടാണ് മകളെ പ്രേരിപ്പിക്കുന്നത്. അപ്പം ഈ പാത്തോസ് ആണ് ഈ ശിവരഞ്ജനിയുടെ ഒരു ആത്മാവ്. കാരണം സരിഗ പഥസ, മോഹനത്തിന്റെ എന്ന് വേണേൽ ഉച്ചരിക്കുമ്പോൾ പറയാവുന്ന സരിഗ പഥസയാണ്. പക്ഷെ അതിന്റെ ഗാന്ധാരം എന്ന് പറയുന്നത് ചെറിയ ഗാന്ധാരമാണ്. ചെറിയ ഗാന്ധാരം കേട്ട നമ്മള് വിലാപമാണ് അതിന്റെ ഒരു ആത്മാവ്. പറഞ്ഞു പൊങ്ങുന്ന സന്തോഷം മോഹനവും, വിതുമ്പുന്നത് ഈ ചെറിയ മറ്റേ വലിയ ഗാന്ധാരം ഇട്ടാൽ മോഹനം സന്തോഷം. ചെറിയ ഗാന്ധാരം ഇട്ട് കഴിഞ്ഞാൽ ഇതേ സാധനം നമ്മളെ വിമ്മി കരയിപ്പിക്കും.
അപ്പൊ നമുക്ക് മോഹനും വേണ്ട, ശിവരഞ്ജനിയും വേണ്ട, നമുക്ക് എത്രയോ കിടക്കുന്നു ഈണങ്ങൾ, ധാരാളം ഈണങ്ങൾ. ഒരു രാഗത്തിനെയും കൂട്ടുപിടിക്കാതെ ആ കവിതയെ മാത്രം ധ്യാനിച്ച ഉള്ളിൽ നിന്ന് ആ ശക്തി പുറപ്പെടുന്ന ഒരു ഈണം നമുക്ക് കണ്ടെത്താം. അതും നമുക്കൊന്ന് ഒരു 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 ട്രയൽ മോനം നോക്കാവുന്നതാണ്. അതാണ് എനിക്കൊരു അഭിപ്രായം. ഭംഗിയായിട്ടത് ആലപിച്ചു, കേൾക്കാൻ നല്ല സുഖമുണ്ട്. അതൊക്കെ ഇരിക്കെ തന്നെ നമ്മള് വാസുദേവൻ നായരുടെയും ധാരാളം കവിതകൾ കേട്ടാൽ 90% ഈ ശിവരഞ്ജനി മട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നന്നായിട്ടുണ്ട്, പാടി ഫലിപ്പിച്ചിട്ടുമുണ്ട്. ഒരു കുസൃതി, ഒരു എക്സർസൈസ് എന്നുള്ള നിലയിൽ ഇതൊന്നും നമുക്കൊന്ന് മാറ്റി നോക്കാം. ഓക്കെ, അഭിനവന് പറ്റും. എനിക്കൊരു ട്യൂൺ പറഞ്ഞു തന്നാൽ ഞാൻ ആ രീതിയിൽ പാടാം. അത് ഉള്ളിന്ന് വരണം. അഭിനവ സംഗീതം ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. അത് വരും മോനെ. നമ്മള് ഈ ഈ ആ മുന്നോട്ട് ശക്തി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു 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 എന്താ പറയാ, ഒരു ശക്തി ഉണ്ടാവണം. അത് അഭിനവ് നോക്കിയിട്ട് സംഗീത സംവിധായകനാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണ്. അന്നേരം വളരെ അത് ദേവരായ മാഷിന്റെ ചില ഈ സംഗീത സംവിധാനത്തിന്റെ ഉള്ളറകൾ പുള്ളി പറയുന്നുണ്ട്. ചില വികാരത്തിന് ചില സ്വരങ്ങൾ പുള്ളി കൂട്ടുപിടിക്കും, പറയാറുണ്ടത്. ഒരു വാക്ക് കിട്ടിയാൽ തന്നെ പുള്ളി അത് ഏത് സ്വരത്തിൽ തുടങ്ങണം എന്നൊക്കെ പുള്ളിക്ക് ചില ചിട്ടകളുണ്ട്. അത് കറക്റ്റുമാണ്. ദേവരായ മാഷിനെ പറ്റി ഒരു ജീവചരിത്രം പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. മോനത് വായിക്കണം. അതായത് അകലെ എന്നൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ അകലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് പാടിയാൽ അകലത്തിന്റെ ദൂരം എത്രയാന്ന് നമുക്ക് ഫീൽ ചെയ്യും. അവിടെ ഗാന്ധാരവും സാപ്പാസായും ഒന്നും അല്ല. എത്ര ദൂരെയാണ് ആ അകലെ എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തും. സംഗീത സംവിധാനത്തിന്റെ ഏറ്റവും ബലമായ ഒരു അടിത്തറ അതാണ്. നമ്മൾ ആലപിക്കുന്ന ആ ആശയം സാഹിത്യം കൊണ്ടല്ലാതെ തന്നെ സംഗീതം കൊണ്ട് നമുക്ക് തോന്നിപ്പിക്കണം, ഒരാകാരം കൊണ്ട്. അതാണ് സംഗീതത്തിന്റെ. വേറെ ഒരു കലയുടെ ആശ്രയം ഇല്ലാതെ ഒരു വികാരം നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടാക്കാൻ പറ്റും. പതഞ്ഞു പൊങ്ങുന്ന സന്തോഷം, ഒരു വാക്കുപോലും ഇല്ലാതെ സന്തോഷം പതഞ്ഞു പൊങ്ങിപ്പിക്കാം, വേങ്ങലടിച്ച് കരയിപ്പിക്കാം. ഇതൊക്കെ സംഗീതത്തിന്റെ വെറും ആകാരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതാണ് സംഗീതത്തിന്റെ ഒരു ശക്തിയും. ഇപ്പൊ ഒരു വരികളുള്ള ഒരു കവിത ഇല്ലാതെ തന്നെ നമ്മളെ കരയിപ്പിക്കാൻ പറ്റും. അപ്പം ഈ കിട്ടുന്ന കവിതകളുടെ ആശയം, അതിന്റെ സെൻട്രൽ തീം എന്താണ്, അതിന്റെ ആശയം എന്താണ്, ഭാവം എന്താണ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസൃതമായ തരത്തിൽ സംഗീതത്തിനെ എങ്ങനെ നമുക്ക് ഈ ചന്ദനം ചാർത്തുക എന്ന് പറയുമല്ലോ, ഈ ദേവനെ, പ്രതിഷ്ഠയ്ക്ക് സ്വതവേ ഒരു സൗന്ദര്യമുണ്ട്. പക്ഷേ പൂജാരിമാരെ അതേ ചന്ദനം ചാർത്തിയാൽ അതിനെ ഇരട്ടി മധുരമാക്കത്തക്ക തരത്തിൽ അതിനെ എന്താ പറയുക, കുറച്ചുകൂടെ ശോഭയുണ്ടാക്കും. എന്ന് പറഞ്ഞാൽ കവിതയ്ക്ക് സ്വർണത്തിന് സുഗന്ധം എന്നൊക്കെ പറയുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ നമ്മളുടെ ഈണം കൊണ്ട് കവി ഉദ്ദേശിക്കുന്ന ഭാവത്തിനെ വേണേ കവച്ചു കൂപ്പിക്കാം. വയലാർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പം അകലെ അകലെ നീലാകാശം എന്നൊക്കെ ശ്രീകുമാരൻ തമ്പി എഴുതിയെങ്കിലും ആ നീലാകാശം എത്ര അകലെയാണെന്നുള്ളത് യേശുദാസിന്റെ ആ ആലാപനം കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ കവിയെ കുറച്ചുകൂടെ മാഗ്നിഫൈ ചെയ്യുക, കവിതയുടെ അതിനെ കുറച്ചുകൂടെ മാഗ്നിഫൈ ചെയ്ത് വ്യക്തമാക്കാനായിട്ട് ഈ സംഗീതത്തിന് പറ്റണം. സംഗീത സംവിധായകന്റെ ഒരു പാർട്ട് അവിടെയാണ്. അപ്പൊ മോനത് പറ്റും. അത് പാട്ട് പാടുന്നത് കേൾക്കുമ്പോൾ അറിയാം. അതൊന്ന് നോക്കാവുന്ന. ഇപ്പൊ നമ്മൾ അക്ഷരങ്ങൾ എത്രയോ ഫോണ്ടുകൾ കൊണ്ട് എഴുതും. ഇപ്പൊ ഒരു അക്ഷരം തന്നെ കാ എന്നൊരു അക്ഷരം കോലനായിട്ട് എഴുതാം, വട്ടത്തിൽ എഴുതാം, എത്രയോ രൂപത്തിൽ. സിനിമയുടെയൊക്കെ ടൈറ്റിൽ എഴുതുന്നത് കണ്ടിട്ടല്ലേ? എത്ര രസകരമായിട്ടാണ് നമ്മുടെ PN മേനോനും SA നായരും ഒക്കെ ഇതൊക്കെ എഴുതുന്നത് എന്ന് പറഞ്ഞ പോലാണ് പലതരത്തിൽ പാടി നോക്കുക. അതൊരു രസകരമായ ഒരു കുസൃതി എക്സർസൈസും കൂടെയാണ്. വേണ്ട, നിങ്ങൾ സിനിമാ പാട്ട് യേശുദാസും ദേവരായ മാഷും ഒക്കെ പാടി ഫലിപ്പിച്ച ഒരു പാട്ട് നിങ്ങൾ വേറൊരു ഈണത്തിൽ ഒന്ന് പാടി നോക്കാമെങ്കിൽ അതൊരു രസമല്ലേ? വേറൊരു താളത്തിൽ കണി കാണും നേരം കമല നേത്രന്റെ, കണി കാണും നേരം കമല നേത്രന്റെ, താളം മാറിയപ്പം കണ്ട സംഗതി മാറി എന്ന് പറഞ്ഞ പോലെ മോനെ പോലുള്ളവർക്ക് ഇതൊക്കെ ഒരു കുസൃതി എക്സർസൈസ് ആയിട്ട് നോക്കാവുന്നതാണ്.
ഈ പാട്ട് മോനെ അടുത്ത ഏതെങ്കിലും ഒരെണ്ണത്തില് വ്യത്യസ്തമായ ഈ പറഞ്ഞ ശക്തിഗാഥ എന്നുള്ള രീതിയിൽ ഒന്ന് മാറ്റി പാടി ഒന്ന് നോക്കൂ. വളരെ രസകരമായിരിക്കും. ഒരു നേരം പോക്കാണത്. എന്താ പറയുക, ക്രിയേറ്റീവ് നേരം പോക്ക്. ഓക്കെ. അപ്പൊ ഇത്രയും നേരം ക്ഷമയോടുകൂടി കേട്ടിരുന്നതിന് എല്ലാവർക്കും ഞാൻ എക്സ്പ്ലനേഷൻ കൂടിയിട്ട് എല്ലാവരും വിട്ടുപോകുന്നൊരു പേടിയുണ്ടായിരുന്നു. പോയില്ല. അതിനങ്ങനെ ശ്രമിക്കേണ്ടി വന്നില്ലേ? സിനിമ പണ്ട് കണ്ടതാണ്, പക്ഷെ എന്നാലും അതിന്റെ പുറകിലുള്ള ഈ കഥ പുതിയതായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ വേറൊരു ഡയമെൻഷൻ കൂടെ ഇപ്പൊ ഇതിലേക്ക് വന്നു ചേർന്നു. അപ്പോൾ ടീച്ചർക്ക് വളരെയധികം നന്ദി. എനിക്ക് കവിതയൊന്നും തൊട്ട് തീണ്ടാത്തൊരു മനുഷ്യനാണ് ഞാൻ. ഈ കവിത എന്റെ കൂടെ അത്യാവശ്യം കവിതയൊക്കെ എഴുതുന്ന ഒരാളുണ്ടെങ്കിലും എനിക്ക് കവിത എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ടെസ്സി ടീച്ചർ ഇത് പറഞ്ഞപ്പോ ഞാനിങ്ങനെ തുടക്കം തൊട്ട് അവസാനം വരെ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്ത് കേട്ടു. അത് മാത്രമല്ല, എനിക്ക് തോന്നി ആദ്യമായിട്ട് എനിക്കും കവിത ആസ്വദിക്കാൻ പറ്റും. അതിനുള്ള ഒരു മാർഗം ടെസ്സി ടീച്ചർ കാണിച്ചത് തന്നെ ഒത്തിരി സന്തോഷം. അപ്പൊ എനിക്ക് പേടി പോയിട്ടുണ്ട് ടീച്ചറെ. അത് ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ നമ്മള് പാട്ട് കേട്ട് അങ്ങനെ വെറുതെ പാട്ട് കേട്ട് സിനിമ കണ്ടു പോയിരുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് അതിന്റെ ഓരോ പാട്ടിന്റെ അർത്ഥങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിയാലാണ് ആസ്വാദനം പൂർണ്ണമാവുകയുള്ളൂ. ആ ആസ്വദിക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മള് ഗീതാഞ്ജലിയില് അതിനുള്ള ഒരു ചില പോയിന്റേഴ്സ് ഗീതാഞ്ജലി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ, അവരുടെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ഒരു ഗണിത അധ്യാപികയായിട്ടുള്ള ടെസ്സി മാം ഇത്രയും മനോഹരമായിട്ട് ഒരു കവിത അല്ലെങ്കിൽ ഒരു സിനിമയെ ഇങ്ങനെ വർണ്ണിക്കുന്നത് ഒരു കവിതയിലൂടെ വർണ്ണിച്ച് അതിമനോഹരമായി. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വളരെ ഇനി ഞാൻ അങ്ങോട്ട് ഈ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പങ്കെടുക്കും. എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണിത്. പ്രോഗ്രാം ആയി തീർന്നത് അത്രയ്ക്കും മനോഹരമായിട്ട് ടെസ്സി മാമിന്റെ എക്സ്പ്ലനേഷനും ആ കവിതയും ആ കഥയിലൂടെ ആ സിനിമയിലൂടെ തന്നെ ഞാൻ അങ്ങോട്ട് കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അങ്ങോട്ട് കേട്ടു. ശരിക്കും ആ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല നേരത്തെ, പക്ഷെ പാട്ടുകൾ എനിക്ക് ഫെമിലർ ആണ്. പക്ഷെ ആ സിനിമ ശരിക്കും കാണുന്നേക്കാളും കൂടുതലായിട്ട് എനിക്ക് മനസ്സിലായി ടെസ്സി മാമിന്റെ എക്സ്പ്ലനേഷനിലൂടെയും ഈ കവിതയിലും എല്ലാം കൂടി. വളരെ വളരെ നന്നായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഞാൻ ഇനിയും ഇതിലും പങ്കെടുക്കും എന്ന് എന്നെ ആ സമയത്തേക്ക് വലിച്ചയക്കും ആ പരിപാടിയിലേക്ക്. അത്രയ്ക്കും അട്രാക്റ്റീവ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ടെസ്സി മാം. ഗ്രേനഡിനും നന്ദി.